സൗദ മ്യൂട്ടാക്കി വെക്കോ? ആടുകരയുണ്ട്. സൗദ മോക്ക് ടെസ്റ്റ് ഒക്കെ കണ്ടുപിടിച്ചാ? ഹലോ സൗദ. സൗദത്ത മോക്ക് ടെസ്റ്റ് മറ്റേ ഗൂഗിൾ ക്ലാസ് റൂം ഡൗൺലോഡ് ചെയ്താ? സൗദ എന്താ ഒന്നും മിണ്ടാത്തത്? ഒന്നും മിണ്ടില്ല. പോയാ? പോയില്ലല്ലോ. അപ്പൊ അങ്ങോട്ടടിക്ക് പറയാനുണ്ട്, പറയേണ്ടതുണ്ട്. നമുക്ക് എക്സാം ഈ മാസം തന്നെ ഉണ്ടാവും. ചിലപ്പോ ഉണ്ടാവും ഈ മാസം ലാസ്റ്റ്, ചിലപ്പോ ഉണ്ടാകുമായിരിക്കും. കാരണം ഗ്രൂപ്പില് റിവിഷൻ. Hello, good afternoon. Good afternoon, ma'am. ഗുഡ് ആഫ്റ്റർനൂൺ മാം. Hi, good afternoon, all of you. ഫുഡ് കഴിച്ചോ എല്ലാവരും? ഫുഡൊക്കെ കഴിച്ചിട്ടാണോ എനർജറ്റിക്കാണോ ഇരിക്കുന്നേ പഠിക്കാൻ? ഫുൾ പവറില്? ഓക്കെ. ഫുഡൊക്കെ കഴിച്ച് നല്ല എനർജറ്റിക് ആയിട്ടൊക്കെ ഇരിക്കണം, എന്നാലേ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇതൊക്കെ കിട്ടുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് കഴിക്കുന്ന ഫുഡിൽ നിന്നും നമുക്ക് വേണ്ട പഠിക്കാൻ ആവശ്യമായ എനർജി കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് അയ്യോ പഠിക്കാൻ മാത്രമായിട്ട് ഇരിക്കരുത്, കഴിച്ചിട്ടൊക്കെ ഇരിക്കുക. മോർണിംഗിലായാലും ഉച്ചയ്ക്കായാലും ഒക്കെ അല്ലെ, എന്നാലും നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. വേഗം വേഗം പഠിച്ച് തീർത്തിട്ട് വേണം, ഓരോ മൊഡ്യൂൾസ് ഒക്കെ തീർന്നിട്ട് വേണം അടുത്തടുത്ത മൊഡ്യൂൾ എടുക്കാനും നമ്മുടെ കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനും അല്ലേ? യെസ്. ഞങ്ങള് കഴിച്ചു. ചോദിച്ചിട്ടാ കഴിച്ചു. ഓക്കെ. അപ്പൊ ഞാൻ എന്നത്തെ ക്ലാസ് നമ്മള് തുടങ്ങുന്നതിന് മുമ്പേ ഒരു എന്താ പറയാ, നമുക്കൊന്ന് ഇത് ചെയ്യണം, നോക്കണം. നമ്മുടെ മൊഡ്യൂൾസ് ഒക്കെ മൊഡ്യൂളില് 1-2 മൊഡ്യൂളിലെ എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്തു. ഏതാണ് ഇനി തീർക്കാനുള്ളത് എന്നൊന്ന് അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിലേ നമുക്ക് ഈ ഒരു മാസം മിക്കവാറും അവസാനം നമുക്ക് എക്സാം ഉണ്ടായിരുന്നു. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കഴിയുമ്പോൾ ഒരു എക്സാം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അറിയില്ലേ നമ്മള്? എന്തോ എക്സാം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, ഉണ്ടെന്ന് അറിയാം. ഡേറ്റ് പറഞ്ഞല്ലോ, എക്സാം ഉണ്ടാവും ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് എന്താ പറയാ, അടുത്തേക്ക് എത്തുമ്പോ നമുക്ക് ചാപ്റ്റേഴ്സ് ഒന്നും മിസ്സായിട്ടില്ല എന്ന് എൻഷുർ ചെയ്യും. സോ അതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നേ, നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂളില് എല്ലാ ചാപ്റ്റേഴ്സും തീർന്നിട്ടാണല്ലോ ടീച്ചേഴ്സ് സെക്കൻഡ് മൊഡ്യൂളിൽ പോയത്? ഒന്ന് ഉറപ്പാക്കാമോ? അതെ അതെ. 13 ചാപ്റ്റേഴ്സ്, 13 ചാപ്റ്ററുകൾ ഉണ്ടായിരുന്നു.
ഒന്നും തന്നെ മിസ് ചെയ്യാതെ ടീച്ചേഴ്സിന് അലോട്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ അവരത് എടുത്തിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് മൊഡ്യൂളില് 1, 2, 3, 4, 5, 6, 13 ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. 13. അതില് 1, 2 and 13 1ഉം 2ഉം 13ാമത്തെ ചാപ്റ്റർ ഞാനാണ് എടുത്തത്. ഓക്കെ, വന്ദന ടീച്ചർ ഒരു 2 ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. 5th and 11 5ഉം 11ഉം. അശ്വതി ടീച്ചർ എടുത്തിട്ടുണ്ട് 3rd, 4th, 6th and 9th 3, 4, 6, 9. ആൻഡ് ആതിര KS ആതിര ടീച്ചർ എടുത്തിട്ടുണ്ട് 7, 8, 10 and 12. ഓക്കെ അല്ലേ? ഇവിടെ ശരിയാണോ പറഞ്ഞത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതെന്തിനാന്നറിയോ, നമ്മള് ചാപ്റ്ററുകള് നമ്മളുടെ ഒരു ഡ്യൂറേഷൻ, നമ്മുടെ കോഴ്സിന്റെ ഒരു ഡ്യൂറേഷൻ നിങ്ങൾക്കറിയാം 6 months ആണ്. HA മാത്രമാണെങ്കിൽ +4 ആണ് നമ്മുടെ HAD PG ആണെങ്കിൽ. അപ്പൊ ഇല്ലേ, ഇനി ഇതിന്റെ ഇടയിൽ ലാസ്റ്റ് ആവുമ്പോ ഏറ്റവും അവസാനമാകുമ്പോഴത്തേക്കും തന്നെ കൂട്ടി അയ്യോ ഇന്ന ചാപ്റ്റർ മിസ്സായിപ്പോ ടീച്ചേഴ്സ് നമ്മളെ അലോട്ട് ചെയ്ത് കൊടുക്കും. മനുഷ്യന്മാരാണ്, ചിലപ്പോ എന്തെങ്കിലും അബദ്ധവശാൽ എന്തെങ്കിലും ചിലപ്പോ ഈ നമ്പറിലോ എണ്ണത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിലപ്പോൾ ചാപ്റ്റർ എടുക്കുന്നു വിചാരിച്ചിട്ട്, ഒരു ക്ലാസ് അല്ലല്ലോ നമ്മൾ എടുക്കുന്നത്, ഒരുപാട് ബാച്ചസിന് എടുക്കുന്നത് കൊണ്ട് ആ ചാപ്റ്റർ എടുത്തിട്ടുണ്ടാവും എന്ന് ചിലപ്പോൾ വേണമെങ്കിൽ വിചാരിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെങ്കിലും മനുഷ്യരാണ്, ചില സിറ്റുവേഷൻസ് ചില സർക്കംസ്റ്റാൻസസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അങ്ങനെ മിസ്സാകാൻ സാധ്യതയുണ്ട്. മനുഷ്യന്മാർക്കാണ് തെറ്റുപറ്റുക. അപ്പൊ അത്തരം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനും നേരത്തെ അത് എടുത്തിട്ടില്ലെങ്കിൽ നമുക്കത് എടുത്ത് തീർക്കാനായിട്ട് വേണ്ടി ചോദിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് മൊഡ്യൂള് കംപ്ലീറ്റഡ് ആണ്, ഒന്നും തന്നെ മിസ്സായിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. യെസ്, ആൻഡ് മൂവിംഗ് ടു ദ സെക്കൻഡ് മൊഡ്യൂൾ. സെക്കൻഡ് മൊഡ്യൂളില് 13 ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, സെക്കൻഡ് മൊഡ്യൂളിൽ എത്ര ചാപ്റ്റർ ഉണ്ട്? 15 ചാപ്റ്റർ ഉണ്ട്. സെക്കൻഡ് മൊഡ്യൂളിൽ 15 ചാപ്റ്റർ ഉണ്ട്. ഇപ്പൊ എടുക്കാത്ത ചാപ്റ്റർ ഏതാണെന്ന് പറയാമോ? എന്റെ ചാപ്റ്റേഴ്സ് ഞാൻ പറയാം 5ഉം 10ഉം ആണ്. എന്റെ ചാപ്റ്റേഴ്സ് 5ഉം 10ഉം. സെക്കൻഡ് മൊഡ്യൂളിൽ മൈ ചാപ്റ്റേഴ്സ് ആണ് 5th and 10th. 5th എന്ന് പറയുന്നത് CSSDയും 10th ഞാൻ എടുത്തോണ്ടിരിക്കുന്ന മോർച്ചറി സർവീസസ്. അങ്ങനെയല്ലേ? ചാപ്റ്റേഴ്സ് ആണ് എനിക്ക് ഈ പ്രാവശ്യം കിട്ടിയത്, നിങ്ങൾക്ക് വേണ്ടി എടുക്കാം. ബിക്കോസ് എനിക്ക് ഒറ്റ ഒരേ ഉള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, എന്റെ ചാപ്റ്റർ അതാണ്. വന്ദന ടീച്ചറുടേത് 1, 4, 7, 8, 9 ആണെന്ന് നോക്കിയേ. വന്ദന ടീച്ചറിന്റേത് അതായത് എടുത്ത ചാപ്റ്റർ ഒന്ന് നോക്കിയാൽ മതി. വന്ദന ടീച്ചറുടെ എടുത്ത ചാപ്റ്റർ 1, 4, 7, 8, 9. 9. Yes. 9. ആണല്ലോ. ഇപ്പോ ആംബുലൻസ് സർവീസ് എടുക്കണ്ട്. ഇപ്പൊ ആംബുലൻസ് സർവീസ് എടുത്തോണ്ടിരിക്കണം. അത് എത്രാമത്തെ ചാപ്റ്റർ? 11. ആതിര ടീച്ചറിന്റെ ചാപ്റ്റർ ഒരെണ്ണം വാങ്ങിച്ച് ടീച്ചർ പറഞ്ഞു. അപ്പൊ 1, 4, 7, 8, 9 and 11 ടീച്ചറിന്റെ ചാപ്റ്റേഴ്സിൽ പെട്ടു. 5 ടീച്ചർ ഓൾറെഡി എടുത്തു, ഒരെണ്ണം ആതിരാഗത്തിന്റെ കൂടി എടുത്തു. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. അടുത്തത് അശ്വതി ടീച്ചറിന്റെ ചാപ്റ്റേഴ്സ് 2, 3, 14 and 15. 2, 3, 14 and 15. അതിൽ 15 ആണ് ടീച്ചർ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്, മെഡിക്കൽ ടെർമിനോളജി. Right. Yes. Right. 2, 3, 14, 15. ഓക്കെ അല്ലേ? ടീച്ചേഴ്സ് എടുക്കുന്ന ചാപ്റ്റേഴ്സ് അപ്പൊ തന്നെ നിങ്ങൾ ആ സിലബസിൽ ഒന്ന് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക ടിക്കിടോ ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. 2, 3, 14, 15 ആണ് അശ്വതി മിസ്സിന്റെ ചാപ്റ്റേഴ്സ് എടുത്തിരിക്കുന്നത്. 15ാമത്തെ ടീച്ചർ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നു മെഡിക്കൽ ടെർമിനോളജി. ചിലപ്പോൾ ടീച്ചർ കംപ്ലീറ്റ് ചെയ്തില്ല എങ്കിൽ ബാക്കി ആരെങ്കിലും ടീച്ചേഴ്സ് അതിൽ ഒപ്പം പിടിക്കും. ബിക്കോസ് അത് ടേംസ് ആണ്, മെഡിക്കൽ ടേംസ് ആണ്. അത് ആർക്കായാലും എന്താ പറയാ, അതിങ്ങനെ ജസ്റ്റ് അതിനകത്ത് കുറെ ടേംസ് ഉണ്ട്, അതിന്റെ അബ്രീവിയേറ്റഡ് ഫോംസ് ഉണ്ട്. പിന്നെ ചില ടേംസിന് എന്താ പറയാ പ്രിഫിക്സും സഫിക്സും ഒക്കെ ആഡ് ചെയ്ത് വരുമ്പോൾ പുതിയൊരു ടേം ആയിട്ട് മാറും. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ടീച്ചർ ഒരു 500 മൈൽ ആക്കിയിട്ട് പെട്ടെന്ന് ചിലപ്പോൾ ടീച്ചർ ഒറ്റയ്ക്ക് തീർക്കാൻ പറ്റില്ല എങ്കിൽ ആൻഡ് വിത്തിൻ ടൈം നമുക്കൊരു ടൈമും ഉണ്ട്. ഇതിന്റെ ഹാഫ് പാർട്ട് തീരുമ്പോഴാണ് നമ്മൾ എന്താ പറയാ എക്സാം ഉള്ളത്. അപ്പൊ ഒരു 3+3 ആണ് മന്ത്സ്. അപ്പൊ ആ ഒരു ഡ്യൂറേഷൻ കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ടീച്ചർക്ക് തീർന്നില്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി മാത്രം ഇങ്ങനെ നീട്ടി ബാക്കിയുള്ളവര് വെറുതെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഡിവൈഡ് ചെയ്തെടുത്തു. ആൻഡ് ആതിര ടീച്ചറിന്റെ ചാപ്റ്റേഴ്സ് അപ്പൊ 6, 12 and 13. 6, 12 and 13. 6 എടുത്തിട്ടില്ല.
ചാപ്റ്ററിന്റെ പേരെന്താ? റേഡിയോളജി ഇമേജിംഗ് സർവീസ് എടുത്തിട്ടില്ല. എന്നാണ് പറഞ്ഞത്. റേഡിയോളജി 12ഉം 13ഉം കഴിഞ്ഞു അപ്പൊ അല്ലെ? 13 എടുത്തോണ്ടിരിക്കണം. 13 സ്പില്ലേജ് വേസ്റ്റ് ആണ് അല്ലെ? എടുത്തോണ്ടിരിക്കണം. 12 ഏതാണ്? 12 ലേബർ റൂം. അത് കംപ്ലീറ്റ് ആണ്. ദാറ്റ് മീൻസ് അപ്പൊ നമ്മള് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത് എന്റെ ഒരു മോർച്ചറിയുടെ ഭാഗമുണ്ട്, അതും റേഡിയോളജി എടുക്കാനുണ്ട്, മെഡിക്കൽ ടെർമിനോളജി എടുത്തോണ്ടിരിക്കുന്നു, ആൻഡ് മറ്റേ 11ാമത്തെ ചാപ്റ്റർ ഏതായിരുന്നു? ആംബുലൻസ്. ഓക്കെ, അപ്പൊ എല്ലാം കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, ബാക്കി എടുത്തോണ്ടിരിക്കുന്നു. റേഡിയോളജി അതിനെ മിസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. കേട്ടല്ലോ? അപ്പൊ ഞാൻ അതൊന്ന് കൺഫേം ചെയ്യാനായിരുന്നു. ചാപ്റ്ററുകളൊന്നും മിസ്സായിട്ടില്ല. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. യെസ്, റൈറ്റ്. അതൊന്നേ കൺഫേം ചെയ്തില്ലെങ്കിൽ കഴിയാറാവേ, നമുക്കൊരു ടൈം ഉണ്ട് ടേം എക്സാം നടത്തുന്നതിന്. ആ ടൈമിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അത് മിസ്സായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് അയ്യോ തീർന്നില്ല ഇനി വേറെ ഉണ്ടെന്നൊക്കെ പറയാൻ പറ്റില്ലല്ലോ. ടൈം ടേബിളിന്റെ ടൈം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പാടായിരിക്കും. അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. 10ാമത്തെ ചാപ്റ്റർ നമ്മള് മോർച്ചറി സർവീസസിന്റെ കുറച്ച് ഭാഗം കൂടി ഉണ്ട്. എടുക്കാട്ടോ. മോർച്ചറി സർവീസസ് അവരെടുത്തു നമ്മള്. യെസ്, നമ്മളിവിടെ വരെയാണ് എടുത്തത്. ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മോർച്ചറി. മോർച്ചറിയുടെ ഫങ്ഷണൽ ഏരിയാസ് ആണ് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ? ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? വലിയ ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും. അതായത് നമ്മുടെ കുറെ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് അറിയാൻ നമുക്ക് ഭയങ്കര ജിജ്ഞാസ ഉണ്ടായിരിക്കും അല്ലെ? ഭയങ്കര ആൻഷ്യസ് ആയിരിക്കും. ബിക്കോസ് വാട്ട് എവർ സർവീസസ് ആർ പ്രൊവൈഡഡ് ബൈ ഓൾ ദീസ് ഡിപ്പാർട്ട്മെന്റ്സ് എന്നറിയാൻ നമുക്ക് ആഗ്രഹമുണ്ടായിരിക്കും. ഇപ്പൊ ഫാർമസി, ലാബ്, ലബോറട്ടറി, റേഡിയോളജി, അവിടെയൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത്? ചിലപ്പോ ഇപ്പൊ ഈ എത്രയും നാളുകൾ നമ്മൾ ഇത്ര വയസ്സ് വരെ നമ്മൾ ജീവിച്ചു അല്ലെങ്കിൽ ജീവിക്കുന്നു, ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. വട്ടവർ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്നൊക്കെ അല്ലെ? എല്ലാത്തിലും നമുക്ക് ചിലപ്പോ പോകേണ്ടി വന്നിട്ടുണ്ടാവില്ല. അപ്പൊ ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റൽസിൽ പോകുമ്പോ ഒ പി ഡിപ്പാർട്ട്മെന്റിൽ പോകുന്നു, ചിലപ്പോ വല്ല ലാബിൽ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പരിശോധന കൊടുക്കാൻ വേണ്ടി പോകുന്നു. കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ അതിന്റെ ഫ്രണ്ടിൽ പോയിട്ട് ചിലപ്പോൾ നമ്മുടെ ബ്ലഡ് എടുക്കാം, ചിലപ്പോൾ നമ്മുടെ ബോഡിയുടെ ഏതെങ്കിലും ഫ്ലൂയിഡ്സുകൾ എടുക്കാം. അത് അവരെടുക്കും. അവിടെ എന്താ പിന്നീട് അവരത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് എന്നെ കാണാനില്ലേ? അതെന്താ എന്നെ കാണുന്നുണ്ടല്ലോ? ഞാൻ തന്നെ കാണുന്നുണ്ട്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടാ? ഇപ്പൊ കണ്ടുന്നാ? അപ്പൊ ഇത്ര നേരം ഞാൻ അവിടെ പോയി കാണാണ്ട് പോയാ? കുറച്ചു നേരം കണ്ടില്ല, അതാ പറഞ്ഞത്. അതെന്ത് സൗണ്ട് ഉണ്ടായോ? സൗണ്ട് ഉണ്ടായി. ഇപ്പൊ ശരിയായി എനിക്ക് തോന്നണേ. അതുപോലെ അവിടെ ചില റേഞ്ചിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ടുണ്ടാകും. ബാക്കിയുള്ളവർക്ക് കാണണ്ടായോ? തുടക്കം തുടങ്ങി കാണുന്നുണ്ട്. ചിലർക്ക് കാണല്ലോ, വോയിസ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നല്ലോ. വൃന്ദയും പറയുന്നുണ്ടല്ലോ. ഇത്ര വലിയ എന്നെ കാണാനില്ലെന്ന് പറഞ്ഞാ നമുക്ക് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് മാറിയെന്ന് വെച്ചാൽ റേഞ്ച് ഇഷ്യൂ ആയിരിക്കും. ഓക്കെ, ആണെന്നില്ലെന്ന് സൈനബ് പറയുന്നു. എന്നാലും ഇടക്കിടക്ക് ഓരോ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. ആണോ? ചിലപ്പോ ഇവിടുത്തെ പ്രശ്നമാകും. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പേർക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നത്. ഒന്ന് വോയിസ് ക്ലിയർ ആണോ കേൾക്കുന്നത്? വോയിസ് ക്ലിയർ ആണ്. ഓഫ് ചെയ്തിട്ട് നോക്കട്ടെ കേട്ടോ. ഓക്കെ ആണോ നോക്കിയേ?
അപ്പൊ കാണാനല്ലോ നോക്ക്. മിസ്സിന് ഇപ്പൊ ഓക്കെ. ഓക്കെ ഓക്കെ. അപ്പോ നമ്മളുടെ ഹോസ്പിറ്റൽസിൽ പല ഡിപ്പാർട്ട്മെന്റ്സും ചിലപ്പോൾ നമുക്ക് വലിയ ഫെമിലിയർ ആയിരിക്കില്ല. ചില ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നമ്മൾ പോയിട്ടുണ്ടാകും, അതിന്റെ എക്സ്പീരിയൻസ് നമുക്കുണ്ടാകും. ലൈക്ക് ചിലപ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ, അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ ഫാർമസിന് പുറത്തു നിന്നിട്ടുള്ള കാര്യങ്ങൾ കുറെയൊക്കെ നമുക്ക് എന്നാലും കുറച്ച് വിസിബിൾ ആണ് അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് നടക്കുന്നു എന്നുള്ളത്. അവരെങ്ങനെയാണ് എന്താ പറയാ നമ്മളുടെ മെഡിക്കേഷൻസ് ഒക്കെ എങ്ങനെയാ അവർ കാർട്ട് ചെയ്യുന്നത്, അതെങ്ങനെ ലേബൽ ചെയ്യും, കുറച്ചൊക്കെ നമുക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അല്ലെ. അപ്പൊ അതൊക്കെ നമുക്കറിയാം. അപ്പൊ ഇങ്ങനെയുള്ള ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് കാണാനും അറിയാനൊക്കെ നമുക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് ഈ ഡിപ്പാർട്ട്മെന്റുകളിൽ പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ആൻഷ്യസ് ആണ്, പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റ് വരും. അതുപോലെയൊക്കെ തന്നെയാണ് നമ്മുടെ മോർച്ചറി ഡിപ്പാർട്ട്മെന്റ്. മോർച്ചറി എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഒരു ഡുബിയസ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ സംശയാസ്പദമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു നിഗൂഢമായ ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ട സ്ഥലത്തൊക്കെ അത്രയും ആളുകളെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുന്ന ഒരു സ്ഥലത്തല്ലാതെ അത്ര നിഗൂഢത നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്തൊക്കെ ആയിരിക്കും നമ്മുടെ എന്താ പറയാ മോർച്ചറീസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുക. അപ്പൊ അതിന് വേണ്ട ചില അതിന്റെ ഫങ്ഷൻസ് ഒക്കെ നടക്കാൻ വേണ്ടിയിട്ടുള്ള പർട്ടിക്കുലർ ഏരിയാസിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ് നമ്മള് പറഞ്ഞത്. ഫസ്റ്റ് വൺ പാർക്കിംഗ് കവേർഡ് വിത്ത് പോർട്ടിക്കോ അല്ലെ, കവറിംഗ് ഉള്ള ഒരു പോർട്ടിക്കോ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് അതിന്റെ ബോഡീസ് ഒക്കെ സ്ട്രെച്ചേഴ്സിലൊക്കെ കൊണ്ടുവരുമ്പോൾ അത് അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് കുറച്ചു നേരമൊക്കെ ചിലപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യിക്കേണ്ടി വരും. കാരണം അതിന്റെ പേപ്പർ എഴുത്ത് റെക്കോർഡ്സ് ഒക്കെ എഴുതാനൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാൻ. ഇപ്പൊ ഈ കൊണ്ടുവരുന്ന എന്താ പറയാ ചിലപ്പോൾ വഴിയിൽ ആക്സിഡന്റിൽ പെട്ട ഏതെങ്കിലും ആളുകൾ മരിച്ചിട്ട് ഡെഡ് ബോഡീസ് ആയിരിക്കാം. അപ്പൊ അത് ഐഡന്റിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് അത് മോർച്ചറിയിൽ നമുക്ക് സൂക്ഷിക്കേണ്ടി വരും. അപ്പൊ അത്തരം സാഹചര്യങ്ങള് അതിന്റെ എൻട്രൻസിൽ വരുമ്പോ അവിടെ കുറച്ചു നേരം പാർക്ക് ചെയ്യിപ്പിക്കണം ആ ഒരു എന്താ പറയാ ആ ഒരു വണ്ടി അല്ലെ. നമ്മൾ പറഞ്ഞു അതിന്റെ ട്രോളി ബാഗ് അതിലവിടെ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യണം. ബിക്കോസ് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള റെക്കോർഡ്സ് നമുക്ക് എഴുതി തയ്യാറാക്കേണ്ടി വരും. അപ്പൊ അത്തരം സാഹചര്യത്തിൽ അവിടെ കുറച്ചു നേരം പാർക്ക് ചെയ്യണം. അതുകൊണ്ട് തന്നെ ചിലപ്പോ വെറ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലേക്ക് വരാതിരിക്കാനായിട്ട് കവറിങ് ചെയ്ത പോർട്ടിക്കോ തന്നെയാണ് അതിന്റെ പാർക്കിങ്ങിന് വേണ്ടി വേണ്ടത്. പിന്നെ റിസപ്ഷൻ ഏരിയ റിസീവ് ചെയ്യാനായിട്ട് ബോഡീസ് ഒക്കെ ഒബ്സർവ് ചെയ്ത് നിരീക്ഷിച്ച് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണ്ടത്ര റെക്കോർഡ്സ് ഒക്കെ എഴുതിയതിനു ശേഷം മാത്രം അത് നമുക്ക് അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഡെഡ് ബോഡീസ് റിസീവ് ചെയ്യുന്നത് അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ എക്സാമിൻ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. റിസപ്ഷൻ ഏരിയ വേണമെന്ന് പറഞ്ഞു. പിന്നെ ട്രോളി ബേ വേണം. അത് ട്രോളി ബേ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 3 മീറ്റർ സ്ക്വയർ സ്പേസ് അതിന് ആവശ്യമുണ്ട്. നമ്മുടെ ഡെഡ് ബോഡീസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വെഹിക്കിളാണ്, ഒരു ടെമ്പററി വെഹിക്കിൾ ആണ് നമ്മുടെ ട്രോളി ബേ എന്ന് പറയുന്നത്. അത് റിസപ്ഷൻ ഏരിയ ചിലപ്പോൾ മോർച്ചറി വരെയൊക്കെ ഡെഡ് ബോഡീസ് ഇങ്ങനെ കൊണ്ടുപോകേണ്ടി വരും അല്ലെ. എടുത്തോണ്ട് പോകാൻ പറ്റും. ഈ ട്രോളി ബേസ് ആണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ വെയിറ്റിംഗ് ഏരിയ ഒരു 15 മീറ്റർ സ്ക്വയർ ഒരു ഏരിയ ഉള്ള വെയിറ്റിംഗ് റൂം വിസിറ്റേഴ്സിനൊക്കെ വന്നിട്ട് ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ കൂടി അവർ ചെന്നിട്ട് നോക്കാനൊന്നും പറ്റില്ല. അപ്പൊ അതിനും പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഏതാണ് ആരാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. അപ്പൊ ചിലപ്പോൾ ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ പറയുന്ന മോർച്ചറിയിൽ ചിലപ്പോ നമ്മള് എന്താ പറയാ സൂക്ഷിച്ചിരിക്കുന്ന ബോഡി ആ ഒരു ചിലപ്പോ ഏജ് റേഞ്ച് ഒക്കെ ഉണ്ടാവും. അത് പറയും ഇന്ന ഏജിൽപ്പെട്ട ആളാണ് ഇവിടെ ഇപ്പൊ ഉള്ളത്. അപ്പൊ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അകത്ത് കയറിയിട്ട് എല്ലാവരെയും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ഏജ് റേഞ്ചിലുള്ളവരാണോ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഏതെങ്കിലും തരത്തിലുള്ള എന്താ പറയാ അടയാളങ്ങൾ അല്ലെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറച്ചു നേരത്തെ വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മളുടെ വെയിറ്റിംഗ് റൂമില്. അപ്പൊ അതിന് പർട്ടിക്കുലർ എന്താ പറയാ വെയിറ്റിംഗ് റൂം വേണം. 15 മീറ്റർ സ്ക്വയർ ആണ് അതിന്റെ ഒരു ഏരിയ പറയുന്നത്. പിന്നെ ഒരു സ്റ്റോറേജ് ചേമ്പർ നമ്മൾ പറഞ്ഞു. പോസിറ്റീവ് ടെമ്പറേച്ചറിലും നെഗറ്റീവ് ടെമ്പറേച്ചറിലും ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്ന എന്താ പറയാ സ്റ്റോറേജ് ചേമ്പേഴ്സ് ഉണ്ട്. പോസിറ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 2 ഡിഗ്രി സെൽഷ്യസ് to 4 ഡിഗ്രി സെൽഷ്യസിൽ എന്താ പറയാ ഡെഡ് ബോഡീസ് കുറച്ച് വീക്സ് മാത്രം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ പോസിറ്റീവ് ടെമ്പറേച്ചറുള്ള സ്റ്റോറേജ് ചേമ്പർ യൂസ് ചെയ്യുന്നത്. നെഗറ്റീവ് ടെമ്പറേച്ചറിലുള്ളത് -15 ഡിഗ്രി സെൽഷ്യസ് to -25 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ആ ഒരു ഇതിലാണ് കീപ്പ് ചെയ്യേണ്ടത്. ഫ്രീസിംഗ് മോഡിലാണ്. അപ്പൊ ചിലപ്പോ ഇതൊക്കെ എന്താ പറയാ ആഴ്ചകൾ മാത്രം പോരാ, കുറച്ചുകൂടി കൂടുതൽ ദിവസങ്ങളൊക്കെ ചിലപ്പോ വെക്കേണ്ടി വരും ബോഡി ഐഡന്റിഫൈ ചെയ്യാനോ. അപ്പൊ കംപ്ലീറ്റ്ലി ഫ്രോസൺ രീതിയിലാണ്, അതായത് നമ്മളുടെ ഡീകേ സ്റ്റോപ്പ് ചെയ്യിക്കുന്ന രീതിയിൽ നമുക്ക് സൂക്ഷിക്കാനുള്ളതായിരിക്കാം. അതുകൊണ്ടാണ് ഈ ഒരു എന്താ പറയാ -15 ഡിഗ്രി സെൽഷ്യസിലും അത് ഇൻ ബിറ്റ്വീൻ ആ ഒരു നെഗറ്റീവ് ടെമ്പറേച്ചറിൽ ബോഡീസ് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ പോസ്റ്റ്മോർട്ടം റൂമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതും ആവശ്യമാണ് മോർച്ചറിയുടെ അടുത്ത് തന്നെ. പോസ്റ്റ്മോർട്ടംസും പലതരത്തിലുള്ള ലീഗൽ ആയിട്ടുള്ള
നമ്മുടെ ഹോസ്പിറ്റൽസിലേക്ക് എത്തുന്നതിന് മുമ്പേ മരണപ്പെട്ടു പോയാൽ അത് ചിലപ്പോ സാധാരണ രീതിയിൽ മരിച്ചതാകാം, കൊല്ലപ്പെടുന്നതാകാം, ആക്സിഡൻസ് ആകാം. പക്ഷെ ബിഫോർ റീച്ചിങ് ദ ഹോസ്പിറ്റലിന്റെ അടുത്തേക്ക് വന്നു, ആള് മരിച്ചു എന്ന് കൊണ്ടുവന്നപ്പോഴേ ബോധ്യപ്പെട്ടാൽ അങ്ങനെയുള്ള ഡെഡ് ബോഡീസ് ഒക്കെ ചിലപ്പോ എന്താണ് കാരണം എന്നൊക്കെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് ആവശ്യം വരും. സോ ഇൻ സച്ച് കേസ് അതിന് വേണ്ടിയിട്ട് പോസ്റ്റ്മോർട്ടംസ് ആവശ്യം വരും. അപ്പൊ അതുപോലെ വേണ്ടിയിട്ടുള്ള റൂമാണ് പോസ്റ്റ്മോർട്ടം റൂം. പോസ്റ്റ്മോർട്ടം റൂമിലും ഓപ്പറേഷൻ തിയേറ്ററിലും ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടിരുന്നു. അത് നമ്മൾ സെന്റൻസ് ഒക്കെ അണ്ടർലൈൻ ചെയ്തതാണ് അല്ലെ. പിന്നെ റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓഫീസ് റൂം, പിന്നെ ഡോക്ടേഴ്സിന് വന്ന് ഇരിക്കാനൊക്കെ വേണ്ടി വരും. ചിലപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ ലീഗൽ ആയിട്ടുള്ള ചില ബോഡീസ് ഒക്കെ കിട്ടുകയുമ്പോൾ അതിന്റെ ലീഗാലിറ്റി എൻഷുർ ചെയ്യാനായിട്ട് ഡോക്ടേഴ്സിനെയൊക്കെ വിളിപ്പിക്കും, അതിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അവർക്ക് ഇരിക്കാനുള്ള റൂംസ്, പിന്നെ സ്റ്റോർ റൂം, ടെക്നീഷ്യൻസിനും അസിസ്റ്റൻസിനും ഒക്കെ ഉള്ള റൂം, ചേഞ്ചിങ് റൂംസ്, ടോയ്ലറ്റ്സ് ആൻഡ് ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ മോർച്ചറിയുടെ ഫങ്ഷണൽ ഏരിയാസിൽ വരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ വരെ അടുത്തത് കേട്ടോ. അടുത്തത് ടൈപ്സ് ഓഫ് മോർച്ചറീസ് ആണ്. ഇനി ഏതൊക്കെ രീതിയിൽ മോർച്ചറീസ് ഉണ്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് വെയിറ്റിംഗ് മോർച്ചറി, അടുത്തത് ഹോസ്പിറ്റൽ മോർച്ചറി ആൻഡ് തേർഡ് വൺ പ്രൈവറ്റ് മോർച്ചറി. മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മൂന്നായിട്ടെന്നല്ല, തരംതിരിക്കുക, ക്ലാസിഫൈ ചെയ്യുക, 3 രീതിയിലുണ്ട്. 3 ടൈപ്സ് ഓഫ് മോർച്ചറീസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ വെയിറ്റിംഗ് മോർച്ചറി ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഹോസ്പിറ്റൽ മോർച്ചറി, തേർഡ് വൺ ഈസ് പ്രൈവറ്റ് മോർച്ചറി. എന്താണ് നമുക്ക് ഇനി ഓരോന്ന് നോക്കാം. ആദ്യത്തേത് വെയിറ്റിംഗ് മോർച്ചറി. എന്താണ് ഈ വെയിറ്റിംഗ് മോർച്ചറി? ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മോർച്ചറി വിച്ച് ഈസ് സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ ദ പർപ്പസ് ഓഫ് അഫേർമിംഗ് ദാറ്റ് ദ ഡിസീസ്ഡ് പേഴ്സൺ ആർ ട്രൂലി ഡെഡ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മോർച്ചറിയുടെ ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രത്യേക രീതിയിലാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഡിസീസ്ഡ് പേഴ്സൺ, അതായത് ഇപ്പൊ മരിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ കൊണ്ടുവരും. ചിലപ്പോ യഥാർത്ഥത്തിൽ അത്തരം ഡെഡ് ബോഡീസ് ചിലപ്പോ ചില സാഹചര്യങ്ങളിലാണ് കേട്ടോ 1% സിറ്റുവേഷൻസിലൊക്കെ ചിലപ്പോ ആള് മരിച്ചിട്ടുണ്ടാവില്ല. മേ ബി 1% ചാൻസ് ഓഫ് എന്താ പറയാ സർവൈവൽ ഉള്ള ചില വ്യക്തികളായിരിക്കാം. അപ്പൊ ഇത് കൺഫേം ചെയ്യാൻ, ഇത് എന്താ പറയാ അഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൂക്ഷിക്കുന്ന ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മോർച്ചറിയാണ് നമ്മളുടെ വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. ആള് ശരിക്കും മരിച്ചു, ട്രൂലി ഡെഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് നേരത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് എത്ര പർട്ടിക്കുലർ സമയത്തേക്ക് ആ മോർച്ചറിയിൽ കീപ്പ് ചെയ്യും. മനസ്സിലായി? അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലി എന്താ പറയാ പ്ലാൻ ചെയ്തിരിക്കുന്ന ബിൽഡിംഗ് ആണ് നമ്മളുടെ വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. മനസ്സിലായോ? ചില അങ്ങനത്തെ സാഹചര്യങ്ങൾക്ക് ഉണ്ടാവണം. അതുകൊണ്ടായിരിക്കണമല്ലോ അങ്ങനെ ഒരു മോർച്ചറിനെ കുറിച്ചൊരു ഐഡിയ ആളുകൾക്ക് വന്നത്. കാരണം ചില ആളുകൾ മരിച്ചിട്ടില്ല യഥാർത്ഥത്തില്. ആൾക്ക് ചിലപ്പോ ഇച്ചിരിയൊക്കെ എന്താ പറയാ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ചാൻസ്, അതായത് മരിക്കുന്നതിന് മുമ്പൊക്കെ ബെറി ചെയ്യേണ്ടി വരുന്ന ചില സിറ്റുവേഷൻസ് പണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ അങ്ങനെ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ വഴിയില്ല. പക്ഷെങ്കിലും അതിനുകൂടി വേണ്ടിയിട്ടാണ് ഇത്തരം മോർച്ചറീസ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ് വെയിറ്റിംഗ് മോർച്ചറിയുടെ ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? അണ്ടർലൈൻ ചെയ്യണം, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. ഇനി ഇത് ഇന്നത്തെ കാലത്ത് അത് അധികം ഇല്ല. കാരണം എന്താ? കാരണം ബിക്കോസ് ദർ ആർ മെനി മോഡേൺ ടെക്നോളജീസ് ടു വെരിഫൈ ദ ഡെത്ത് ഓഫ് എ പർട്ടിക്കുലർ പേഴ്സൺ. ഇന്നത്തെ കാലത്ത് ഒത്തിരി മോഡേൺ ടെക്നോളജീസ് ഉണ്ട് ആള് മരിച്ചോ ഇല്ലേ എന്നൊക്കെ അറിയാനായിട്ട്. പണ്ട് അത് ഉണ്ടായിരുന്നില്ല, ഒത്തിരി പണ്ടൊക്കെ. അപ്പൊ അന്നത്തെ കാലത്ത് തുടങ്ങി വന്നിരിക്കുന്ന ഒരു മോർച്ചറിയാണ് വെയിറ്റിംഗ് മോർച്ചറി. ആളെ അവിടെ ഇടുക. അപ്പൊ അത് ആൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ജീവനുണ്ടോ ബറിയലിന് മുമ്പ്, അതായത് ശ്വാസം കുഴിച്ചിടുന്നതിനൊക്കെ മുമ്പ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഫ്യൂണറൽ നടത്തുന്ന നടപടികൾ സ്വീകരിക്കുന്നതിന് മുമ്പ് ആൾക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു ചെറിയ ശ്വാസമോ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു സൈൻ ഒരു അടയാളം എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ് മോർച്ചറിയിൽ കീപ്പ് ചെയ്യുന്നത് ഇത്തരം ഡെഡ് ബോഡീസ്. അപ്പൊ അന്നത്തെ ഈ പറയുന്ന പോലെ ജീവനുള്ള ഒരാളെ കുഴിച്ചിടുക വലിയ ഒരു ഇതാണ് അല്ലെ. അപ്പൊ ജീവനോടെ ആളുകളെ കുഴിച്ചിടുന്നതൊക്കെ ആളുകൾ പേടിച്ചിരുന്നു. കുഴിച്ചിടുക മാത്രമല്ല വിജയിപ്പിക്കുന്നതാണെങ്കിൽ കൂടി അതിനെ പേടിച്ചിട്ട് ഡെത്ത് വെരിഫൈ ചെയ്യാൻ ഇന്നാണ് കൂടുതൽ മോഡേൺ ടെക്നോളജീസ് ഒക്കെ വരുന്നത്. സോ ബിഫോർ ദ എമർജൻസ് ഓഫ് മോഡേൺ ടെക്നോളജീസ്, അത്തരം ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകളൊക്കെ വരുന്നതിന് മുമ്പ് ഈ പറയുന്ന ഒരു ആശയം വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നു. ബിക്കോസ് ദേ ഫിയർ ദാറ്റ് പീപ്പിൾ ആർ ബറീഡ് അലൈവ്. ജീവനോട് തന്നെ ചില ആളുകളെ ഇതുപോലെ കുഴിച്ചിരുന്നു എന്നുള്ള ഒരു രീതിയിൽ ആളുകൾ എന്തെങ്കിലും പേടിച്ചിരുന്നു. അപ്പൊ അത് ഒഴിവാക്കാനാണ് ഈ പറയുന്ന ഒരു രീതി കൊണ്ടുവന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? സെക്കൻഡ് പോയിന്റ് മനസ്സിലാക്കി വരുമ്പോൾ പറയുന്നതാണ്.
നമുക്ക് എന്റെ മുമ്പിൽ ഒരു ക്ലാസ് കൂടി ഉണ്ട്. ഏകദേശം ആ ഒരു നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ അതിന്റെ പിന്നത്തെ വീക്കിലൊക്കെ നമ്മളുടെ പോർഷൻസ് ഏകദേശം കവർ ചെയ്യാം. ഞാനൊന്ന് ഡേറ്റ് ചെയ്ത് വെച്ചത് നോക്കട്ടെ. അറിയാം ആ ഒരു പർട്ടിക്കുലർ സമയത്ത് നമ്മൾ തീരും പോർഷൻസ്. ഞാനൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 24-ന്റേത് ഉള്ള ക്ലാസ്സുകൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്യുന്നത് മാർച്ച് 15-നാണ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, മാർച്ച് 15-ന്. ദാറ്റ് മീൻസ് എന്റെ മുമ്പിൽ ഒരു 2 ക്ലാസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ. ഇത് കൂടാതെ സെക്കൻഡ് then 9th ക്ലാസ്. ഒരു ക്ലാസ് ഉള്ളൂ, ഒരു ക്ലാസ് കൂടി പറഞ്ഞു നമുക്ക് തീരാനായിട്ട്. അതുകൊണ്ടാണ് അത്ര അതൊക്കെ പറയുന്നത്. ഓക്കെ, പിന്നെ എന്താ നോക്കിയേ അടുത്തത്. ഇപ്പൊ അവർ നമ്മൾ പറഞ്ഞു ഈ മനുഷ്യന്മാരെ ചിലപ്പോ ജീവനുള്ള ഒരാളെ ചിലപ്പോൾ ദഹിപ്പിക്കാൻ അവിടെ അറ്റത്തുവരെ കൊണ്ടുപോകുന്ന സമയത്തായിരിക്കും ചിലപ്പോ ആളുകൾക്ക് ആ ഒരു ശ്വാസമുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും റെസ്പിറേഷൻ ഒരു സൈനോ ഒക്കെ കാണുന്നത്. അപ്പൊ അത്തരം സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു എന്താ പറയാ എസ്റ്റാബ്ലിഷ്മെന്റ് കൊണ്ടുവന്നതാണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന ആളുകളുടെ ഇങ്ങനെ ഒരു പേടിയില്ലല്ലോ, ആളുകൾ ജീവനോടെ കുഴിച്ചിട്ടോ അങ്ങനെയൊക്കെ ഉള്ളത് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി, ആ പേടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ് മോർച്ചറീസ് കൊണ്ടുവന്നത്. അപ്പോ അത്തരം വെയിറ്റിംഗ് മോർച്ചറീസിൽ ബോഡീസ് ഗിവ് ചെയ്യുമ്പോൾ അറ്റൻഡൻസ് അത് നോക്കുന്ന പരിശോധിക്കുന്ന അല്ലെങ്കിൽ ഇത് നോക്കിക്കൊണ്ട് ഇതിനെ എന്താ പറയാ നമ്മള് വാച്ച് ചെയ്യുന്നുണ്ട്. ഇതെപ്പോഴും നോക്കിക്കൊണ്ട് ഈ ഡെഡ് ബോഡീസിനെ നോക്കിക്കൊണ്ട് in order to find if there is any sign of life, അതായത് ജീവന്റെ ഒരു എന്തെങ്കിലും ഒരു അടയാളം ഉണ്ടോ കാണുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ അതിന് വേണ്ടിയിട്ട് അറ്റൻഡൻസിനെ അവിടെ ഈ പറയുന്ന വെയിറ്റിംഗ് മോർച്ചറീസിൽ എന്താ പറയാ അങ്ങനെ ഒരു പ്രൊഫഷണൽസ് അങ്ങനെ ഒരു എന്താ പറയാ ജോലിക്കാരെ ആയിട്ട് നിയമിച്ചിരുന്നു അത് നോക്കാൻ വേണ്ടിയിട്ട്. ഈ ഡെഡ് ബോഡീസിന് ഏതെങ്കിലും സൈൻ ഓഫ് ലൈഫ് കാണുന്നുണ്ടോ, എന്തെങ്കിലും ജീവന്റെ അടയാളം എന്തെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി. മനസ്സിലായോ? ഈ പറയുന്ന പേടികളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വെയിറ്റിംഗ് മോർച്ചറീസ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആൻഡ് ഓൾസോ സച്ച് അറ്റൻഡൻസ് വർ അപ്പോയിന്റഡ്, ഇങ്ങനെയുള്ള അറ്റൻഡൻസുകളെ അതിന് വേണ്ടിയിട്ട് നിയമിച്ചത്. ക്ലിയർ ആയോ? മനസ്സിലായോ? തേർഡ് പോയിന്റ്. യെസ്. ആൻഡ് ഈ പറയുന്ന എന്താ പറയാ ഡെഡ് ബോഡീസ് ഇങ്ങനെ കീപ്പ് ചെയ്യുമ്പോൾ ഇഫ് ദർ ഈസ് നോ സൈൻ ഓഫ് ലൈഫ്, ഈ ജീവൻ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഡീകമ്പോസിഷൻ നടക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരം അഴുകിക്കൊണ്ടിരിക്കും, മരിച്ചുപോയ ശരീരമായിരിക്കും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അഴുകാനുള്ള ആ ഒരു ഡീകമ്പോസ് ചെയ്യാനുള്ള ഒരു ഇതിലേക്ക് പോകും. അങ്ങനെ കാണുമ്പോൾ ഇത് വേണ്ടി ടേക്കൺ ഫോർ ബറിയൽ. അതിനുശേഷമാണ് എന്ത് ചെയ്യുക, ബറിയലിന് വേണ്ടി കൊണ്ടുപോകുക. അപ്പൊ അതുവരെ ഇങ്ങനെ ആളുകൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് എല്ലാ ഡെഡ് ബോഡീസും അല്ല, ചില ഡെഡ് ബോഡീസിൽ ഇതുപോലെയുള്ള കൺഫോർമേഷൻസ് കൊണ്ടുവരാൻ അന്നത്തെ കാലത്ത് അതിനുള്ള സാഹചര്യങ്ങളോ ടെക്നോളജീസോ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു കാര്യം ഒഴിവാക്കാൻ ഒരാളെ ജീവനോടെ നമുക്ക് കുഴിച്ചിടാനായിട്ടോ ദഹിപ്പിക്കാനോ പറ്റില്ല. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനും അത്തരം ആളുകളുടെ ഉള്ളിലുള്ള ഒരു പേടി, അല്ലെങ്കിൽ അത് ആൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ എന്നിട്ട് അങ്ങനെ ചെയ്തു, അങ്ങനെയുള്ള ചില കൺഫ്യൂഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്ന ഒരു ഐഡിയയും കൊണ്ടുവന്നതും. ആൻഡ് ഇൻ ഓർഡർ ടു വാച്ച് ദാറ്റ് ഡെഡ് ബോഡീസ്, അത്തരം ബോഡീസ് വാച്ച് ചെയ്യാനായിട്ട് അറ്റൻഡൻസിനെ എന്ത് ചെയ്തത്, അപ്പോയിന്റ് ചെയ്തത്. ഓക്കെ, ആൻഡ് ദേ ക്യാൻ ഫൈൻഡ് അവർക്ക് അറ്റൻഡൻസിന് മനസ്സിലാക്കാൻ പറ്റും. കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇത് ഡെഡ് ബോഡി തന്നെയാണെങ്കിൽ തീർച്ചയായിട്ടും ഡീകമ്പോസ് ഡീകമ്പോസ് ചെയ്യാനായിട്ട് തുടങ്ങും, അഴുകാൻ തുടങ്ങും, അല്ലെങ്കിൽ എന്താ പറയാ ചെയ്യാൻ തുടങ്ങും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അതിനുശേഷമാണ് നമുക്ക് എന്ത് ചെയ്യാൻ ബറിയലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുക. ഓക്കെ, അപ്പൊ ഇതാണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്ന സംഭവം. ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് പോയിന്റ് ആണ് ഇമ്പോർട്ടന്റ്. ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ വായിച്ച് പഠിക്കണം, ബാക്കിയുള്ള പോയിന്റ് ഒക്കെ നമുക്കൊന്ന് അറിഞ്ഞു വെക്കാം. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഹോസ്പിറ്റൽ മോർച്ചറി, ദാറ്റ് ഈസ് വിച്ച് ഈസ് ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ പ്രെമിസസ്. ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ, ഹോസ്പിറ്റലിന്റെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാകുന്ന, നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഡ്യൂബിയസ് ആയിട്ടുള്ള ഒരു പ്രത്യേക സിറ്റുവേഷനിലായിരിക്കും നമ്മളുടെ ഹോസ്പിറ്റൽ മോർച്ചറീസ് ഉണ്ടാകുക. ഹോസ്പിറ്റലിനകത്ത് തന്നെ ഉള്ള ഒരു സ്ഥലം അല്ലെ, ഒരു റിട്ടയർമെന്റ് ഹോം, റിട്ടയർമെന്റ് ഫ്രം ലൈഫ് അല്ലെ, അതിനൊക്കെ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസിൽ തന്നെ ഉള്ള ഒരു പ്ലേസ് ആണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ഓർഡർ ടു വാച്ച് അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു എന്താ പറയാ മോണിറ്റർ, സൂപ്പർവൈസ് ഇവിടെ ഈ പറയുന്ന ഹോസ്പിറ്റൽ മോർച്ചറി മോണിറ്റർ ചെയ്യാൻ അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനും അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നോക്കാനൊക്കെ വേണ്ടിയിട്ട് സാലറീഡ് പേഴ്സണൽസ്, ഇത് നമ്മൾ എന്താ പറയാ ശമ്പളം കൊടുത്ത് അതിനകത്ത് ജോലിക്കാരെ നിയമിച്ചിരിക്കുകയാണ്. ആ സാലറീഡ് പേഴ്സൺസിനെ വിളിക്കുന്ന പേരാണ്
മോർച്ചറി ഡിസിൻഫെക്ഷൻ സർവീസ് ഏജൻസ് ഓർ മോർട്ടീഷ്യൻസ് എന്നാണ് അവർ വിളിക്കുക. മോർച്ചറിയുടെ ഒരു സൂക്ഷിക്കുകാർ മോർട്ടീഷ്യൻസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ മോർച്ചറി ഡിസിൻഫെക്ഷൻ സർവീസ് ഏജൻസ് എന്നും വിളിക്കും. അപ്പൊ അങ്ങനെ പേര് നൽകി ഒരു സാലറീഡ് പേഴ്സണൽസ് ജോലിക്കാര് ശമ്പളമൊക്കെ കൊടുത്ത് എംപ്ലോയ് ചെയ്തിരിക്കുകയാണ് ഹോസ്പിറ്റൽ മോർച്ചറി ടേക്ക് കെയർ ചെയ്യാനായിട്ട്. ഇനി ഹോസ്പിറ്റൽ മോർച്ചറി ഇസ് എ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽ സർവീസ്. നമുക്കറിയാം ഹോസ്പിറ്റലിന്റെ സേവനങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. ഇനി അത് എന്താ പറയാ, ഹോസ്പിറ്റൽസിന്റെ മോർച്ചറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡെഡിക്കേറ്റഡ് ഫോർ ദ ഓട്ടോപ്സി സൈറ്റ് ഫോർ ഫോറൻസിക് പർപ്പസ്. ഇതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന മൃതശരീരങ്ങളൊക്കെ ഫോറൻസിക് പർപ്പസിന്റെ പരിശോധനകൾക്ക് വേണ്ടിയിട്ട് ഒക്കെ വേണ്ടിയിട്ടൊക്കെയാണ് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുക ഡെഡ് ബോഡീസ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഫോറൻസിക് പർപ്പസിനായിട്ട് കൂടുതലും നമ്മളുടെ ഈ പറയുന്ന മോർച്ചറീസ് ഉപയോഗിക്കുക. അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതില് നമുക്ക് ആ പാരഗ്രാഫ് ഫുള്ളും അണ്ടർലൈൻ ചെയ്യാനുള്ളതാണ് കേട്ടോ. ഫുൾ അണ്ടർലൈൻ ചെയ്യാം. ഹോസ്പിറ്റൽ മോർച്ചറി എന്നുള്ളത് അതൊരു ഓട്ടോപ്സി സൈറ്റ് ആണ്. മൃതശരീര പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൈറ്റ് ആണ്. അതും ഫോറൻസിക് പർപ്പസിനാണ് ഹോസ്പിറ്റൽ മോർച്ചറീസ് ഡെലഗേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇനി റൂറൽ ഏരിയാസ്, അതായത് നമ്മുടെ വില്ലേജ് പോലുള്ള ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇല്ലേ, ചിലപ്പോ ഈ പറയുന്ന ബറിയലിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആയിട്ടില്ല, ആവശ്യത്തിന് സ്ഥലമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള സമയത്ത് ഹോസ്പിറ്റൽ മോർച്ചറീസ് റിസീവ് സച്ച് ബോഡീസ് ഫോർ എ സ്മോൾ ഫീ, ചെറിയ ഫീസിനൊക്കെ ഹോസ്പിറ്റൽ മോർച്ചറീസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഡെഡ് ബോഡീസ് സ്വീകരിക്കുന്നുണ്ട്. പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, പല എന്താ പറയാ പഠനങ്ങൾക്ക് വേണ്ടിയോ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവർക്ക് റിയൽ ചെയ്യാനുള്ള സൗകര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ അത്തരം ഡെഡ് ബോഡീസ് മേ ബി റിസീവ്ഡ് ബൈ ദ ഹോസ്പിറ്റൽ മോർച്ചറി. അതൊരു കാര്യമാണ് അവർ ചെയ്യുന്നത്. ഓക്കെ. അടുത്ത സെന്റൻസ് പറഞ്ഞിരിക്കുന്നത് in rural areas where there are no burial facilities nearby, a hospital mortuary may receive the body of an individual who is outside its own vicinity for a fee. Vicinity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു പ്രത്യേക ഫീസിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നു, അവര് ഡെഡ് ബോഡീസ് സ്വീകരിക്കുകയാണ് ഹോസ്പിറ്റൽ മോർച്ചറീസ്. ഇത്ര ഫീ കൊടുക്കും, എന്നിട്ട് അവര് ഡെഡ് ബോഡീസ് മോർച്ചറിയിലേക്ക് സൂക്ഷിക്കാൻ വേണ്ടി വാങ്ങിക്കും. ഓക്കെ. അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. ആ പോയിന്റ് വലിയ സെന്റൻസ് ആണ്, ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ചെയ്തോ? യെസ്. ഡെഡ് ബോഡീസ് എടുക്കുമ്പോൾ അതിന് ചെറിയ ഫീസിന്, ഡെഡ് ബോഡീസിന് അല്ല കൊടുക്കുക, ആരാണോ ഡെഡ് ബോഡീസ് സപ്ലൈ ചെയ്യുന്നത് അത് കൊടുക്കുന്നത്. അതായത് അവരുടെ സമീപ പ്രദേശങ്ങളിൽ, ഹോസ്പിറ്റൽസിന്റെ അടുത്തുള്ള പ്രദേശങ്ങളിൽ, ഗ്രാമപ്രദേശത്ത് ചിലപ്പോ അവർക്ക് ഡെഡ് ബോഡീസ് ബദിയലിനോ അല്ലെങ്കിൽ എന്താ പറയാ ദഹിപ്പിക്കുമല്ലോ, കത്തിക്കുമല്ലോ, അതിനൊക്കെ ഉള്ള സൗകര്യം ഫെസിലിറ്റീസ് കുറവുള്ള സ്ഥലത്ത് ഹോസ്പിറ്റൽസ് ഈ മോർച്ചറിയിലേക്ക് ഈ പറയുന്ന ഡെഡ് ബോഡീസ് സ്വീകരിക്കുന്നത്. ഒരു ചെറിയ ഫീസ് കൊടുക്കുന്നവർക്ക്, കാരണം അല്ലെങ്കിൽ എന്താ പറയാ അവരുടെ ചിലപ്പോൾ എന്തെങ്കിലും പഠനങ്ങൾക്കോ ഒക്കെ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ വാങ്ങിക്കുന്നത്. മനസ്സിലായോ? വിസിനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ അടുത്ത് എന്താ പറയാ സമീപത്ത് എന്നൊക്കെ പറയുന്ന ഒരു മീനിങ് ആണ് കേട്ടോ. ദൂരെയൊന്നുമല്ല, അടുത്തുനിന്നൊക്കെ. ഓക്കെ. ആൻഡ് തേർഡ് ടൈപ്പ് ഓഫ് മോർച്ചറി ഈസ് പ്രൈവറ്റ് മോർച്ചറി. അപ്പൊ മൂന്നാമത്തെ രീതിയിലുള്ള മോർച്ചറി, ഇത് മൂന്ന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതല്ല, മോർച്ചറിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതല്ല, 3 ടൈപ്സ് ഓഫ് മോർച്ചറി ആണ്. ഒന്നാമത്തേത് വെയിറ്റിംഗ്, അതൊരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ്, അത് വെയിറ്റിംഗ് ആണ്. എന്തിന്? ആ ഒരു ഡെഡ് ബോഡീസ് ആക്ച്വലി ഡെഡ് ആണ്, ആ ബോഡി ശരിക്കും ഡെഡ് ആണ്, ആളില് ഒരു എന്താ പറയാ സൈൻ ഓഫ് ലൈഫ് ഇല്ല എന്ന് ഉറപ്പാക്കുന്നത് വരെ സൂക്ഷിക്കാനുള്ള മോർച്ചറി. അതാണ് അതിന്റെ ഒരു കൺക്ലൂഡഡ് ഫോം ഓഫ് എന്താ പറയാ വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത് ഹോസ്പിറ്റൽസിനകത്ത് ഹോസ്പിറ്റലിന്റെ സർവീസസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മോർച്ചറിയാണ്. ഓക്കെ.
എല്ലാം വേറെ വേറെയാണ്, ടൈപ്സ് ഓഫ് മോർച്ചറി ആണ്. അതിൽ മൂന്നാമത്തേതാണ് പ്രൈവറ്റ് മോർച്ചറി. പ്രൈവറ്റ് മോർച്ചറി എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള, അതായത് എന്താ പറയാ, ഡെഡ് ബോഡീസ് which have to be kept for waiting for some burial or cremation, അതായത് കുഴിച്ചിടാനോ ദഹിപ്പിക്കാനോ ഒക്കെ വേണ്ടി വരുന്ന ഡെഡ് ബോഡീസിനെ കുറച്ച് സമയം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോർച്ചറീസിനെയാണ് നമ്മള്, അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം സ്ട്രക്ചറുകൾ മോർച്ചറീസ് ആണ് പ്രൈവറ്റ് മോർച്ചറി. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. അതായത് ചില എന്താ പറയാ, എല്ലാ ഹോസ്പിറ്റലിലും ഇല്ല, എല്ലാ ഹോസ്പിറ്റലിലല്ല, ഇത് ഹോസ്പിറ്റലല്ല, ഇതൊക്കെ പ്രൈവറ്റ് മോർച്ചറി. നോക്ക്, പ്രൈവറ്റ് മോർച്ചറി പ്രൈവറ്റ് ആണ്, ഒരു പ്രൈവറ്റ് സ്ഥാപനമാണ്. ഹോസ്പിറ്റൽസിനകത്തല്ല, ഹോസ്പിറ്റൽ മോർച്ചറിയാണ് ഹോസ്പിറ്റലിനകത്ത്. ഇനി ഹോസ്പിറ്റലിൽ നിന്ന് എന്താ പറയാ മരിച്ചിരുന്നോ, അല്ലെങ്കിൽ അത് ഈ മറ്റേ വെയിറ്റിംഗ് മോർച്ചറി ഒരു എന്താ പറയാ ഏൻഷ്യന്റ് ടൈംസ് മുതല്, പണ്ട് മുതല്, ഇന്നത്തെ കാലത്തൊക്കെ വെയിറ്റിംഗ് മോർച്ചറി ഉണ്ടോന്ന് തന്നെ നമുക്ക് തിരയേണ്ടി വരും. ഇതൊക്കെ നേരത്തെ വെച്ചിരിക്കുന്ന നോട്ടുകളൊക്കെ ആയിരിക്കുമല്ലോ. കാരണം ഇങ്ങനെയും ഒരു മോർച്ചറീസ് ഉണ്ടായിരുന്നു, ഇപ്പൊ നിലവിലുണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കേണ്ടി വരും. വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത് ബോഡീസ് അല്ലെ, ഡെഡ് ബോഡീസ്, അത് ചിലപ്പോ എന്താ പറയാ കാഴ്ചയില് അല്ലെങ്കിൽ ഇത് എന്താ പറയാ നമ്മളിങ്ങനെ പൾസ് ഒക്കെ നോക്കിയിട്ടൊക്കെയാണല്ലോ ഈ മരണമൊക്കെ സ്ഥിരീകരിക്കുന്നത് ഡോക്ടേഴ്സ് ആണെങ്കിലും വന്ന്. പക്ഷെ ചില ആളുകളില് ഫിയർഡ് ദാറ്റ് ശരിക്കും ആക്ച്വലി ആള് മരിച്ചിട്ടുണ്ടോന്ന് ചിലപ്പോ ബാക്കി നിൽക്കുന്നത്, അതായത് ഈ മരിച്ച ആളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് തോന്നുന്നു ആള് മരിച്ചിട്ടില്ല എന്നുള്ളൊരു ഇത്, അവരുടെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇതൊന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇത്ര സമയമൊക്കെ ഇങ്ങനെ മാറ്റി വെക്കും. അങ്ങനെ അതിനുവേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്ന മോർച്ചറിയാണ് വെയിറ്റിംഗ് മോർച്ചറി. അപ്പൊ ആള് മരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് ദിവസം ചെയ്യുമ്പോൾ കഴിയുമ്പോൾ ചെയ്യാൻ തുടങ്ങും, ഡീകേ ചെയ്യാൻ തുടങ്ങും, ഡീകമ്പോസ് ചെയ്യാൻ തുടങ്ങും. അതല്ലാന്നുണ്ടെങ്കിൽ ആക്ച്വലി ആള് മരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡീകമ്പോസിഷൻസ് നടക്കുന്നില്ല അല്ലെ. നമ്മുടെ ശരീരം അഴുകാൻ തുടങ്ങുന്ന എപ്പോഴാണ് മരിച്ചതിന് ശേഷം. അത് അഴുകാൻ തുടങ്ങുന്നു എന്നുള്ളത് പേടിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന ഡെഡ് ബോഡീസിനെ മറ്റേ എന്താ പറയാ മൊബൈൽ ഫ്രീസറൊക്കെ ഉണ്ട് അല്ലെ, അതിനകത്തേക്ക് വെക്കും. അതിനകത്ത് വെച്ച് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ വീടുകളിലാണെങ്കിലും ചിലപ്പോ ഒരു ദിവസത്തെ ഇപ്പൊ കാലത്ത് മരിച്ചിട്ട് പിറ്റേ ദിവസം കാലത്തായിരിക്കും ചിലപ്പോ ബറിയലോ അല്ലെങ്കിൽ ക്രമേഷനോ ഒക്കെ നടക്കുക. അപ്പൊ അതിന് മുമ്പ് കുറച്ചു നേരം സൂക്ഷിക്കണം. അത് ഇപ്പൊ ഒരു ദിവസമൊക്കെ ചിലപ്പോൾ സൂക്ഷിക്കുന്നവരുണ്ട്. നമ്മുടെ വീടുകളിൽ ഇത്തരം മൊബൈൽ ഫ്രീസേഴ്സിൽ ആളുകളെ വെച്ചിട്ടാണ് കൊണ്ടുപോയി വീട്ടിലെ ആളുകൾക്കൊക്കെ കാണാൻ വേണ്ടി വെക്കുന്നത് അല്ലെ, ദർശനത്തിന് വേണ്ടി വെക്കുക. അപ്പൊ ആ സാധനം എന്തിനാ അങ്ങനെ വെക്കുന്നതിന്, അതല്ലല്ലോ ഒരു ദിവസം നിന്നാൽ പോരെ എന്ന് വിചാരിച്ചാൽ പോരെ, പറ്റില്ല. കാരണം അത് കഴുകാൻ തുടങ്ങും. കാരണം ഇത്ര ടൈം കഴിയുമ്പോൾ തുടങ്ങി നമ്മുടെ ശരീരം എന്താ പറയാ ഡീകമ്പോസ് ചെയ്യാൻ തുടങ്ങും, അറ്റ്മോസ്ഫിയറുമായിട്ട് പ്രവർത്തിച്ച്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പ്രൈവറ്റ് മോർച്ചറി പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. മനസ്സിലായി? മോർച്ചറീസില് നമ്മുടെ വീടുകളിലൊക്കെ ആരെങ്കിലുമൊക്കെ മരിച്ചു, അപ്പൊ ചിലപ്പോ എന്താ പറയാ പുറത്തൊക്കെ ആളുകൾ ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ട്, അവരൊക്കെ വരാൻ വേണ്ടി അവർക്ക് കാണാൻ വേണ്ടി 4-5 ദിവസമൊക്കെ ചിലപ്പോ വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ അത്തരം സാഹചര്യത്തിലൊക്കെ നമ്മൾ മോസ്റ്റ്ലി കേസസ് ഓഫ് ഡെത്ത് ആയിട്ട് പോകും. വീടുകളിലുള്ള മരണത്തിലൊക്കെയാണ് ഇങ്ങനെ ചെയ്യാന്നാ പറയുന്നത്. പ്രൈവറ്റ് മോർച്ചറീസിൽ കീപ്പ് ചെയ്യുന്ന ആൾക്കാര്. ഹോസ്പിറ്റൽ മോർച്ചറി പോലെയല്ല പ്രൈവറ്റ് മോർച്ചറി എന്താ പറയാ ചില സാഹചര്യങ്ങളിൽ ചില ഡെഡ് ബോഡീസ് സ്വീകരിക്കില്ല. ഇൻ കേസ് അത് ഏത് രീതിയിലാണെന്നുള്ളത് എടുത്തു പറയേണ്ടത്. certain infectious diseases, ചില പകർച്ചവ്യാധി രോഗങ്ങളാൽ മരിച്ചിരിക്കുന്ന ആളുകളുടെ ഡെഡ് ബോഡീസ് നമ്മുടെ പ്രൈവറ്റ് മോർച്ചറി എന്ത് ചെയ്യില്ല, അവർ റിസീവ് ചെയ്യില്ല. അത് അവരുടെ ഒരു പ്രോട്ടോകോൾ ആയിരിക്കാം, അവരുടെ ഒരു നിയമമായിരിക്കാം. ബിക്കോസ് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസസുമായിട്ട് മരിച്ചു കഴിഞ്ഞാലേ അത്തരം ആ രോഗത്തിന്റെ അണുക്കള് സ്റ്റിൽ വിൽ ബി ദെയർ ഇൻ ദ ബോഡി. അപ്പൊ മറ്റു ബോഡീസിനെ ഇവർക്ക് സ്വീകരിക്കാനുള്ള തടസ്സം അനുഭവപ്പെടും അല്ലെ. മറ്റാളുകളെയും കൊണ്ടുവരുന്നവരിലേക്കും ഒക്കെ എന്താണ് ഇത്തരം ഡെഡ് ബോഡീസിൽ നിന്നൊക്കെ ഈ എന്താ പറയാ അണുക്കൾ പകരാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ സ്വീകരിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലൈക്ക് എ ഹോസ്പിറ്റൽ മോർച്ചറി, എ പ്രൈവറ്റ് മോർച്ചറി may not receive the bodies of individuals who died of certain infectious diseases. മനസ്സിലായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ ആ പോയിന്റ്. ഓക്കെ, ഫ്യൂണറൽ ഹോംസുകാരാണ് പ്രൈവറ്റ് മോർച്ചറീസ് റൺ ചെയ്യുന്നത്. ഫ്യൂണറൽ ഹോംസ് ഏതെങ്കിലും അടക്കം ചെയ്യുന്നവര്, കത്തിക്കുന്നവര്, അങ്ങനത്തെ ഉണ്ട്. കണ്ടിട്ടുണ്ടോ? വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവോ? ചില ഇത്തരം എന്താ പറയാ എന്താ പറയാ പറയൂല്ലേ ഇങ്ങനെ സ്ഥലമുണ്ട് ദഹിപ്പിക്കുന്നതിന്. ഇപ്പൊ നമ്മുടെ വീട് പരിസരത്തൊക്കെ സ്ഥലമൊന്നും ഇല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും തന്നെ യെസ്
അപ്പൊ അത് കത്തിക്കുന്ന സ്ഥലമല്ലേ. അപ്പൊ അങ്ങനെയുള്ളവരാണ് ഇത്തരം ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യാം. അത്തരം ഹോംസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നവര് നടത്തുന്ന എല്ലാം ഈ പ്രൈവറ്റ് മോർച്ചറീസ് ഒക്കെ അങ്ങനെയുള്ളവരാ നടത്തുക. ഫ്യൂണറൽ ഹോംസ് ആണ് എല്ലാ പ്രൈവറ്റ് മോർച്ചറീസും റൺ ചെയ്യുന്നത്. ആ പോയിന്റ് അണ്ടർലൈൻ ചെയ്യാം. ഓൾ പ്രൈവറ്റ് മോർച്ചറീസ് ആർ റൺ ബൈ ഫ്യൂണറൽ ഹോംസ്. ഫ്യൂണറൽ ഹോംസിന്റെ ഒരു എക്സ്റ്റേണൽ സർവീസ് ആണ്, അവർ നൽകുന്ന ഒരു സേവനമാണ് ഈ പറയുന്ന പ്രൈവറ്റ് മോർച്ചറീസ് കേട്ടോ. ഫ്യൂണറൽ ഹോംസ് ആർ എ പാർട്ട് ഓഫ് private mortuaries are a part of external services of funeral homes. ഇവരുടെ ഒരു ബാഹ്യമായിട്ടുള്ള ഒരു സേവനമാണ് പ്രൈവറ്റ് മോർച്ചറീസ്. ആ സെന്റൻസ് മനസ്സിലാക്കി ചെയ്യാം. ഫ്യൂണറൽ ഹോം അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലർ എന്നതിന്റെയൊക്കെ ഒരു കാറ്റഗറിയിലാണ് നമ്മുടെ പ്രൈവറ്റ് മോർച്ചറീസ് വരിക. Underline ചെയ്തോ? Yes, private hospital mortuaries are the category either of funeral home or funeral parlor. എന്നുള്ള സെന്റൻസ് കൂടി ഒന്ന് മാർക്ക് ചെയ്തേക്കാട്ടോ. They come under the category either of funeral home or funeral parlor എന്ന് കണ്ടല്ലോ. അപ്പൊ they എന്നുള്ളടത്ത് നമ്മൾ വായിക്കുന്നത് private mortuaries come under the category either of funeral home or funeral parlor. Then how to maintain the mortuary environment. അപ്പൊ മോർച്ചറിയിൽ നൽകുന്ന എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, മാനേജ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ അവിടെ പോയിന്റ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹൗ ടു മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റ്. ഒരു മോർച്ചറിയുടേതായ എൻവയോൺമെന്റിനെ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ, ദ മോർച്ചറി ഓക്യുപ്പൻസി രജിസ്റ്റർ ഈസ് അപ്ഡേറ്റഡ് പ്രിസൈസ്ലി. അതായത് മോർച്ചറിയിൽ എത്രത്തോളം സ്ഥല സൗകര്യങ്ങളൊക്കെ ഓരോ ദിവസവും ഉണ്ടെന്ന് അത് അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ നോക്കി, ഇഫ് ദർ ആർ സം ഡെഡ് ബോഡി സ്റ്റോർഡ് ഇൻ ദ മോർച്ചറി, ഹോസ്പിറ്റൽസിലെ മോർച്ചറിയിലൊക്കെ ചിലപ്പോ അല്ലെങ്കിൽ ഏത് മോർച്ചറിയിലാണെങ്കിലും അവിടെ എത്രത്തോളം സ്പേസ് ഉണ്ട്, എത്ര ഡെഡ് ബോഡീസ് അറ്റ് എ ടൈം കീപ്പ് ചെയ്യാം, അതില് സഫീഷ്യന്റ് സ്പേസ് ഇപ്പോ ഉണ്ടോ, ഇപ്പൊ 2 ഡെഡ് ബോഡീസ് കൊണ്ടുവന്നാൽ ഈസ് ദർ എനി സഫീഷ്യന്റ് സ്പേസ്, അതിൽ ഓക്യുപ്പൈ ചെയ്യാനുള്ള സ്ഥലമുണ്ടോ, സൗകര്യമുണ്ടോ, അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യണം എല്ലാ ദിവസവും. 10 ഡെഡ് ബോഡീസ് വെക്കാൻ പറ്റുന്ന അത്രയും ഏരിയ ഉള്ള ഒരു മോർച്ചറി ആണെങ്കിൽ ഇപ്പൊ എത്ര ഇരിക്കുന്നുണ്ട്, അപ്പൊ ഒരു 5 ഉണ്ട്. സോ 5 കൂടി വെക്കാൻ ഓക്യുപ്പൈ അല്ലെ, 5 കൂടി വെക്കാൻ പറ്റും. അപ്പൊ അത് എപ്പോഴും എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. അതാണ് ഒന്നാമത്തെ കാര്യം. നെസസറി ടെമ്പറേച്ചർ ഓഫ് ദ മോർച്ചറി ഷുഡ് ബി ഒബ്സർവ്ഡ് ആൻഡ് സസ്റ്റെയിൻഡ്. മോർച്ചറിക്ക് വേണ്ടതായിട്ടുള്ള അതിന്റെ ഒരു ടെമ്പറേച്ചർ, ഇത്ര ടെമ്പറേച്ചറിലാണ് അത് ഫംഗ്ഷൻ ചെയ്യേണ്ടതെങ്കിൽ അത് എപ്പോഴും ഒബ്സർവ് ചെയ്യണം, അത് മെയിൻറ്റെയിൻ ചെയ്യണം. മനസ്സിലായോ? ഇത്ര ടെമ്പറേച്ചറിന്റെ ഡൗൺ പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഇരിക്കുന്ന ഡെഡ് ബോഡീസിന് പല രീതിയിലും ഡീകമ്പോസിങ് സംഭവിക്കും, ഡീകേ സംഭവിക്കും. അപ്പൊ അത് ചിലപ്പോ നമ്മൾ എന്ത് പർപ്പസിനാണ് അത് അവിടെ വെച്ചേക്കണേ, ആ ഒരു പർപ്പസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് അതുകൊണ്ട് എപ്പോഴും ടെമ്പറേച്ചർ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം, അത് സസ്റ്റെയിൻ ചെയ്യാനായിട്ടും നോക്കണം. ടെമ്പറേച്ചർ, നെസസറി ടെമ്പറേച്ചർ ഓഫ് ദ മോർച്ചറി ഈസ് ഒബ്സർവ്ഡ് ആൻഡ് സസ്റ്റെയിൻ. അതാണ് രണ്ടാമത്തെ കാര്യം. Then cleanliness and tidiness, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. എപ്പോഴും വൃത്തിയും ശുചിയുമായിരിക്കണം ഒരു മോർച്ചറി എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, കാരണം അവിടെയൊക്കെ ഒരുപാട് പെട്ടെന്ന് ഡീകണ്ടാമിനേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് ക്ലെൻലിനെസ് ആൻഡ് ടൈഡിനെസ് ഓഫ് ദ മോർച്ചറി സസ്റ്റെയിൻഡ് എന്നാണ്, നിലനിർത്തണം. സെക്യൂരിറ്റി ഓഫ് ദ മോർച്ചറി. ഇനി മോർച്ചറിയിൽ എപ്പോഴും സെക്യൂരിറ്റിയും ആവശ്യമുണ്ട്. ബിക്കോസ് ചില ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡെഡ് ബോഡീസ് ചിലപ്പോൾ അവിടത്തൊക്കെ മിസ്സായി പോകാൻ സാധ്യതയുണ്ട് അല്ലെ. കാരണം എന്തെങ്കിലും ഇപ്പൊ വലിയ എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾക്ക് വേണ്ടിയിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഡെഡ് ബോഡീസ് ഒക്കെ ചിലപ്പോൾ അവിടെ നിന്ന് മിസ്സായി പോകാം. അതുകൊണ്ട് എപ്പോഴും സേഫ് ആൻഡ് സെക്യൂർ ആക്കി വെക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് മോർച്ചറീസ്. അതിനകത്തിരിക്കുന്ന ഡെഡ് ബോഡീസ് ഷുഡ് ബി സ്റ്റോർഡ് ആൻഡ് സേവ്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. അതിന് ഏറ്റവും അത്യാവശ്യമായ സെക്യൂരിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യണം. ക്ലിയർ ആയോ? And next one, infection control according to the standards of the hospital. എപ്പോഴും ഒരു ഹോസ്പിറ്റലിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, നാപ്പിന്റേതായ അക്രഡിറ്റേഷൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളുണ്ട്, ലോസ് ഉണ്ട്, റൂൾസ് ഉണ്ട്, റെഗുലേഷൻസ് ഉണ്ട്. അതനുസരിച്ച് ആ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ഹോസ്പിറ്റലിന്റെ മോർച്ചറിയുടെ അജണ്ട പ്രകാരം
എല്ലാ രീതിയിലും ഇൻഫെക്ഷൻ കൺട്രോൾ ആയിരിക്കണം. ഇൻഫെക്ഷൻ കൺട്രോൾ സിസ്റ്റം എവിടെയും ഉണ്ടാവണം? നമ്മുടെ മോർച്ചറിക്ക് അകത്തുനിന്ന് ഇൻഫെക്ഷൻസ് പുറത്തേക്ക് പോകാൻ പാടില്ല അല്ലെ. നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററുടെയും മോർച്ചറിയുടെയും ഒരു ഡിഫറൻസ് പറഞ്ഞത് അവരിങ്ങനെയാണ് അല്ലെ. പുറത്തുനിന്ന് ഇൻഫെക്ഷൻസ് അകത്തേക്ക് കയറാൻ പാടില്ല എന്നുള്ളത് ഓപ്പറേഷൻ തിയേറ്ററിന്റെയും, അകത്തുള്ള ഇൻഫെക്ഷൻസ് പുറത്തേക്ക് വരാൻ പാടില്ല എന്നുള്ളത് മോർച്ചറിയുടെ ഒരു കാര്യവുമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇല്ലേ, പറഞ്ഞില്ലേ? ഹൗ ടു മെയിൻറ്റെയിൻ മോർച്ചറി എൻവയറൺമെന്റ് എന്ന് പറയുന്ന 5 പോയിന്റ് ഒന്നുകൂടെ അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. കിട്ടോ? മോർച്ചറി ഓക്യുപ്പൻസി രജിസ്റ്റർ ഈസ് അപ്ഡേറ്റഡ്. അതൊരെണ്ണം. മോർച്ചറി ഓക്യുപ്പൻസി രജിസ്റ്റർ അപ്ഡേറ്റഡ്. നെസസറി ടെമ്പറേച്ചർ ഓഫ് മോർച്ചറി ഈസ് ഒബ്സർവ്ഡ്. പോയിന്റ് അങ്ങനെ അണ്ടർലൈൻ ചെയ്താൽ മതി. ക്ലെൻലിനെസ് ആൻഡ് ടൈഡിനെസ് ഫുള്ളായിട്ട് വായിക്കണമെന്നില്ല, കാരണം മോർച്ചറിയെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. ക്വസ്റ്റ്യനിൽ മോർച്ചറി ഉണ്ടാവും. സെക്യൂരിറ്റി ഓഫ് ദ മോർച്ചറി, then infection control. Yes. And now, yes. നെക്സ്റ്റ് അടുത്തത് നമ്മള് ഓട്ടോപ്സിയാണ്. ഓട്ടോപ്സി എന്ന് എവിടെയും നമ്മൾ നേരത്തെ ഏതാടാ 2 1 1 2 ആണ്. 2 1 പറഞ്ഞപ്പോ 2 ഒന്നുകൂടി പറയാനാണോ അല്ലെങ്കിൽ 1 2 പറയാനാണോ? മോർച്ചറി ഒക്യുപ്പൻസി രജിസ്റ്റർ. മോർച്ചറിയിൽ സൂക്ഷിക്കുന്ന ഡെഡ് ബോഡീസിൽ ഒരു രജിസ്റ്റർ ഉണ്ടാവുമല്ലോ, റെക്കോർഡ് ഉണ്ടാക്കി വെക്കുമല്ലോ. ഇന്ന ആള്, ഇന്ന ഒരാളുടെ ഡെഡ് ബോഡി എത്തിയിട്ടുണ്ട്. ചിലപ്പോ ആളെ ആരാണെന്ന് തിരിച്ചറിയില്ല. സോ അതിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്തെങ്കിലും അടയാളങ്ങളായിരിക്കും ചിലപ്പോൾ നോട്ട് ചെയ്ത് രജിസ്റ്ററിൽ നോട്ട് ചെയ്ത് വെക്കാം. അത് 1 2 3 4 അങ്ങനെ. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? രജിസ്റ്ററിൽ കൃത്യമായിട്ട് അവരുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കീപ്പ് ചെയ്ത് വെച്ചിടാം. അത് അപ്ഡേറ്റ് ചെയ്യുമോന്ന് അവിടെ ഇനി സ്ഥലം ഉണ്ടോ, വരുന്നത് ഇനി പുതിയ ഡെഡ് ബോഡീസ് കൊണ്ടുവന്നാൽ അത് ഓക്യുപ്പൈ ചെയ്യാനുള്ള സ്ഥലമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ അപ്ഡേഷൻസ് നടത്തുന്നത്. അതൊന്നാമത്തെ പോയിന്റ്. ക്ലിയർ ആയോ? മോർച്ചറി ഒക്യുപ്പൻസി രജിസ്റ്റർ അപ്ഡേറ്റ് ചെയ്യണം. ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? അത് ചോദിച്ചേ. അടുത്തത് നെസസറി ടെമ്പറേച്ചർ. മോർച്ചറിക്ക് ഒരു ഇത്ര ഊഷ്മാവില് മോർച്ചറിയിൽ സൂക്ഷിക്കുന്ന ഡെഡ് ബോഡീസ് ഇത്ര പാടുള്ളൂന്നുണ്ട് അല്ലെ, ഡീകമ്പോസിഷൻ ഒക്കെ തടയാൻ വേണ്ടിയിട്ട്. സോ അത് മെയിൻറ്റെയിൻ ചെയ്യണം. ടെമ്പറേച്ചർ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യണം. എത്ര നെസസറി ടെമ്പറേച്ചർ ആ പാടുള്ളൂ അത് എപ്പോഴും സസ്റ്റെയിൻ ചെയ്യാനും അത് കീപ്പ് ചെയ്യാനും ശ്രമിക്കണം. ക്ലിയർ ആയോ? കാണാനില്ലല്ലോ. ഓക്കെ, യെസ്. അടുത്തത് ഓട്ടോപ്സിയാണ്. മൃത ശരീര പരിശോധന, അതായത് മരിച്ച ബോഡീസിനെ പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതാണ് ഓട്ടോപ്സി എന്ന് പറയുന്നത്. ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ ലിറ്ററലി അത് മീൻ ചെയ്യുന്നത് സെൽഫ് സ്റ്റഡി ഓഫ് എ കോപ്സ്. ഒരു ഡെഡ് ബോഡിയെ കുറിച്ചിട്ടുള്ള പഠനം. എന്താ പറയാ, ഡെഡ് ബോഡീസ്, കോപ്സ് എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡിയാണ്. ഡെഡ് ബോഡിനെ കുറിച്ചുള്ള ഒരു സെൽഫ് സ്റ്റഡി, അതിനെയാണ് ഓട്ടോപ്സി എന്ന് വിളിക്കുക. അത് 2 രീതിയിൽ നടക്കുന്നുണ്ട് ഓട്ടോപ്സി. ക്ലിനിക്കൽ ആസ് വെൽ ആസ് മെഡിക്കോ ലീഗൽ പർപ്പസ്. 2 രീതിയിലുള്ള ഓട്ടോപ്സി. അതായത് ക്ലിനിക്കൽ ലെവലിലുള്ള ഓട്ടോപ്സി, ഇത് എന്താ പറയാ, ശരീരത്തെ കുറിച്ചിട്ട് പല കാര്യങ്ങളും പഠിക്കുന്നു ക്ലിനിക്കൽ തലത്തില്. അതേസമയം മെഡിക്കൽ ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ ചില ലീഗൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ മൃതശരീരത്തെ കുറിച്ച് പഠിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ മെഡിക്കോ ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ട് ഓട്ടോപ്സി എന്ന് പറയുന്നത്. അപ്പൊ 2 രീതിയിലുണ്ട്, ക്ലിനിക്കൽ ആസ് വെൽ ആസ് മെഡിക്കോ ലീഗൽ പർപ്പസ്. മനസ്സിലായോ? ഓട്ടോപ്സി ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. ലിറ്ററലി മീനിങ് സെൽഫ് സ്റ്റഡി ഓഫ് കോപ്സ് is carried out for clinical as well as medico legal purpose. Underline here. Okay. അപ്പൊ എന്താണ് ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് പാത്തോളജിക്കൽ ഓട്ടോപ്സി എന്ന് കൂടി പറയാം കേട്ടോ. പാത്തോളജിക്കൽ ഓട്ടോപ്സി is also termed as clinical autopsy, അല്ലെങ്കിൽ ക്ലിനിക്കൽ ഓട്ടോപ്സി is also termed as pathological autopsy. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്തിനാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി നടത്തുന്നത്? ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ തലത്തില് നമ്മുടെ മൃതശരീര പരിശോധന നടത്തുന്നതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ഈ ആള് മരിക്കുന്നതിന് മുമ്പ്
മരിക്കുന്നതിന് മുമ്പ് ചിലപ്പോ എന്താണ്, വാട്ട് ഈസ് ദ കോസ് ഓഫ് ദ ഡിസീസ്, ആ രോഗം എന്താണ്, അല്ലെങ്കിൽ രോഗത്തെ എന്തുകൊണ്ട് എന്താണ് മരണത്തിലേക്ക് പോയത്, ചിലപ്പോ അത്തരം കാരണങ്ങളൊക്കെ അല്ലെങ്കിൽ കാര്യകാരണങ്ങളൊക്കെ ചിലപ്പോ മനസ്സിലായിട്ടുണ്ടാവില്ല. They may be failed to find out what is the cause or how this disease led to the mortality or death. എന്തുകൊണ്ട് ഇയാൾ മരിച്ചു, മരണത്തിലേക്ക് പോകാനുള്ള ഇയാളുടെ രോഗകാരണം എന്താണെന്നൊക്കെ നേരത്തെ, അതായത് മരിക്കുന്നതിന് മുമ്പ് കണ്ടെത്താൻ പറ്റിയില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നടത്തുന്ന ഒരു മൃതശരീര പരിശോധന. മനസ്സിലായോ? ഇപ്പൊ ഒരാള് എന്തെങ്കിലും അസുഖം വന്നു, അസുഖം വന്നിട്ട് അത് കണ്ടെത്തിയിട്ടില്ല, അതിന് പരിശോധന എന്താ പറയാ ട്രീറ്റ്മെന്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അതിന്റെ ഇടയ്ക്ക് ട്രീറ്റ്മെന്റുകൾ കൊടുത്തിട്ടൊന്നും ആളുടെ രോഗം മാറുന്നില്ല. അതാരുടെ കാരണം എന്താണ്, ഇയാളുടെ രോഗത്തിന്റെ ശരിക്കുള്ള കാരണം എന്താണെന്നൊക്കെ ഒരുപാട് പരിശ്രമങ്ങളൊക്കെ നടത്തി. ഇപ്പൊ നോട്ട് ഫൈൻസ് അല്ലെ, ഇത് മനസ്സിലായിട്ടില്ല, പക്ഷെ അതിന്റെ ഇടയ്ക്ക് ആള് മരിച്ചുപോയി. അപ്പൊ അതിനുശേഷം പിന്നീട് ആ ഡെഡ് ബോഡിയിലാണ് പരിശോധനകൾ നടത്തുക. ആന്റി മോർട്ടം എഫേർട്സ് എന്ന് പറഞ്ഞാൽ ബിഫോർ ഡെത്ത് എഫേർട്സ് ആണ്. അതായത് ആള് മരിക്കുന്നതിന് മുമ്പ് നടത്തിയ എഫേർട്സ് ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ഡെത്ത്, എന്താണ് ആളുടെ രോഗത്തിന്റെ കാരണം, അത് എന്തുകൊണ്ട് മരണത്തിലേക്ക് പോയി എന്നുള്ളത് കാര്യങ്ങളൊന്നും എത്ര എഫേർട്ട് എടുത്തും മനസ്സിലായിട്ടില്ല. അപ്പൊ അതിനുശേഷമാണ് നമ്മൾ ഒരു എന്താ പറയാ മരിച്ചു കഴിയുമ്പോൾ നടത്തുന്ന പഠനം, അതാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി അല്ലെങ്കിൽ പാത്തോളജിക്കൽ ഓട്ടോപ്സി എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യാമോ? മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറയാം. മനസ്സിലാവാത്തവരാരെങ്കിലും ഉണ്ടോ? ഒന്ന് വായിച്ചു നോക്കുക. മാം സോറി, മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയൺമെന്റിൽ എന്തെങ്കിലും അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞോ? ഞാനിവിടെ ഇടയ്ക്ക് വെച്ച് US ഒക്കെ ഇത് വന്നപ്പോ ഞാൻ അതിലേക്കൊന്ന് ശ്രദ്ധിച്ചു പോയി. അപ്പൊ ഇടയ്ക്ക് സോറി ഇടയ്ക്ക് ഇവിടുന്ന് ചെയ്യുന്ന കാര്യം ഒരാൾ വിളിച്ചപ്പോഴേ ഇത് ഇച്ചിരി ഞാൻ വിട്ടുപോയി. ഒന്ന് അതിലെന്തെങ്കിലും അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിരുന്നു? അതിന്റെ പറയാം. മോർച്ചറി ഓക്യുപ്പൻസി രജിസ്റ്റർ ഈസ് അപ്ഡേറ്റഡ്. ആ 5 പോയിന്റ് അണ്ടർലൈൻ ചെയ്യണം. പക്ഷെ അത് ഫുള്ളായിട്ട് അങ്ങനെ വേണ്ട, അതിന്റെ ഒരു ഭാഗം മാത്രം, ആ ഒരു ആൻസറിലേക്ക് വരുന്ന ഫ്രേസുകൾ മാത്രം മതി. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ മോർച്ചറി ഓക്യുപ്പൻസി രജിസ്റ്റർ ഈസ് അപ്ഡേറ്റഡ്. പിന്നത്തെ ഇതില് നെസസറി ടെമ്പറേച്ചർ ഓഫ് മോർച്ചറി, നെസസറി ടെമ്പറേച്ചർ ഓഫ് മോർച്ചറി, ആവശ്യത്തിന് ടെമ്പറേച്ചർ മോർച്ചറിയിലെ, ക്ലീൻലിനെസ് ആൻഡ് ടൈഡിനെസ്, സെക്യൂരിറ്റി ഓഫ് ദ മോർച്ചറി, ഇൻഫെക്ഷൻ കൺട്രോൾ. അത്രയും ഭാഗങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞ് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞു. 5 കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു. സോറി ട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഓട്ടോപ്സിയും അണ്ടർലൈൻ ചെയ്യണം. അതിനകത്ത് ആ താഴെ ക്ലിനിക്കൽ ഓട്ടോപ്സി ബുള്ളറ്റ് ഇട്ട് എഴുതിയിട്ടുണ്ട്, അതും അണ്ടർലൈൻ ചെയ്യണം. ആ 2 അത് ഞാൻ കേട്ടു. താങ്ക് യു. ക്ലിനിക്കൽ ഓട്ടോപ്സി ആർക്കെങ്കിലും മനസ്സിലാവുന്നതുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ബാക്കി ഞാൻ എടുക്കുന്നില്ല. എടുക്കില്ലാന്നല്ല, അടുത്ത ദിവസം എനിക്ക് വരണ്ടേ. എന്റെ ക്ലാസ് ഞാൻ നോക്കട്ടെ എത്ര ദിവസം കിട്ടുന്നത്. നമ്മളെന്താ പറഞ്ഞേ, March 15th ആണ് പറഞ്ഞത്. ലാസ്റ്റ് മാർച്ച് അടുത്ത ക്ലാസ് നോക്കാൻ കിട്ടുള്ളൂ എനിക്ക്. 9ാം തീയതി. പിന്നെ ഉള്ളത് നമുക്ക് 16 പക്ഷെ അതിനു മുമ്പ് നമ്മുടെ കംപ്ലീറ്റ് ചെയ്യും ടീച്ചേഴ്സ്. എനിക്ക് ഒരു ക്ലാസ് ആണ് എനിക്ക് ഇനിയുള്ളത്. അപ്പൊ ആ ക്ലാസ്സിൽ വരാനായിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു റീസൺ വേണ്ടേ അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. കുറച്ച് ഭാഗമുള്ളൂ, ബാക്കി സമയത്ത് നമുക്ക് അതൊരു 10 മിനിറ്റ് കൊണ്ട് എടുക്കാവുന്ന ഭാഗമുള്ളൂ അല്ലെ. പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓട്ടോപ്സിയും ML നമ്മുടെ മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി, അതിന്റെ പർപ്പസും, അത് 2 മാത്രമേ ഉള്ളൂ. അത്രേ 2 കുഞ്ഞു ടോപ്പിക് ഉള്ളൂ. അതവിടെ ഇരിക്കട്ടെ, അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ എടുക്കാം. അതിനുശേഷം നമുക്ക് എന്താ പറയാ, ഞാൻ എടുത്ത മൊത്തത്തിലുള്ള ചാപ്റ്റേഴ്സിന്റെ ഒരു ജസ്റ്റ് ഓവറോൾ നമുക്ക് ഒന്ന് ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും. അതിന്റെ ആൻസേഴ്സ് നിങ്ങൾ എനിക്ക് തരുമെന്ന് അറിയാനുള്ളൊരു Q&A ഒരു സെക്ഷൻ കേട്ടാ.
ഞാൻ കുറച്ച് ചോദ്യങ്ങൾ എന്റെ അടുത്തിരിക്കുന്ന ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറെ അവിടുന്നതൊക്കെ കുറച്ച് ചോദിക്കും. നിങ്ങൾ അതിൽ എനിക്ക് ആൻസർ തരാം. അപ്പൊ അത് നമുക്ക് ആ ക്ലാസ്സിൽ ചെയ്യാം. ഒരു ക്ലാസ് ഉണ്ടല്ലോ ഫ്രണ്ടില്. അപ്പൊ ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ ആ ഒരു ക്ലാസ് മിസ്സാവാണ്ടിട്ട് വരാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവും. അതുകൊണ്ടാണ് അത് അങ്ങനെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞത്. 2 കുഞ്ഞു ഭാഗമാണുള്ളൂ അല്ലെ? അപ്പൊ ഇന്ന് നമ്മളെടുത്ത ഭാഗമൊക്കെ നിങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിക്കുക. സിമ്പിളാണ്, വലിയ കാര്യമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. കാരണം ഇത്തരം ഡിപ്പാർട്ട്മെന്റുകളൊക്കെ പഠിക്കാൻ നല്ല എളുപ്പമാണ് പഠിക്കാൻ. കാരണം ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്ത് വരുന്നു എന്ന് അറിയാനുള്ള ഒരു ഈഗർ ഫീലിംഗ് ഉണ്ടല്ലോ. അതുകൊണ്ടാണ് നമുക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ അങ്ങനെ തോന്നൂല. അത് അങ്ങനത്തെ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ ആ ഒരു ടേം, പാത്തോളജി ഓട്ടോപ്സി എന്ന് പറയുന്ന സെന്റൻസ് വരുന്ന ഭാഗം വരെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. കുറച്ചും കൂടി ഉള്ളു എടുക്കാനായിട്ട്, അടുത്ത ക്ലാസ്സിൽ എടുത്തോളാം. പിന്നെ നമ്മളുടെ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഞാൻ പറഞ്ഞു. ടീച്ചർ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ടീച്ചറുടെ ക്ലാസ് നമ്മുടെ വന്ദന മിസ് ആണ് എടുത്തത്. ഇന്ന് ടീച്ചർ ലീവാണ്, അശ്വതി. ടീച്ചർ വരുമ്പോ ടീച്ചറിന്റെ ഭാഗം എടുത്തോളും. അശ്വതി മിസ് പിന്നെ അവേഴ്സ് കൂടുതലുണ്ടല്ലോ നിങ്ങളുടെ ക്ലാസ്സില്. 3 അവർ ഉണ്ട് അശ്വതി മിസ്സിന് അല്ലേ? വീക്ക്ലി 3 hours ഇല്ലേ? അപ്പൊ ടീച്ചർക്ക് ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് വരുള്ളൂ. ഈ ആഴ്ചത്തെ 2 ക്ലാസ് പെൻഡിങ്. ആൻഡ് നെക്സ്റ്റ് വീക്കിലെയും 3 ക്ലാസ് ഉണ്ട്. യെസ്, കിട്ടും. 5-6 ക്ലാസ് മതി എടുക്കാനായിട്ട്. നമ്മുടെ മെഡിക്കൽ ടെർമിനോളജി ടീച്ചർ ചെക്ക് കിട്ടും. അതല്ലെങ്കിൽ പറ്റിയില്ലെങ്കിൽ മാത്രമേ മറ്റാരെങ്കിലും ഒക്കെ അതിന്റെ കൂടെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് വരും കേട്ടോ. പിന്നെ ഞാൻ വന്നപ്പോ തന്നെ ക്ലാസ്സുകളുടെ അടുത്തൊക്കെ ലിസ്റ്റ് ഒക്കെ ചോദിച്ചതേ മിസ്സായി പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കത് കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ കാര്യങ്ങളൊക്കെ മിസ്സായിട്ടില്ല എന്നൊക്കെ മനസ്സിലായപ്പോ ഇനി പഠിക്കുക. ഇതിന്റെ ഒപ്പം തന്നെ നമ്മളുടെ ക്ലാസ് തീരട്ടെ എന്നിട്ട് പഠിക്കാമെന്നൊന്നും വിചാരിക്കണ്ട. ടേം എക്സാമിനും നമുക്ക് അധികം ടൈം സ്റ്റഡി ലീവ് പോലും ഒന്നും കിട്ടില്ല കേട്ടോ. ടേം അതായത് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കഴിയുമ്പോൾ തന്നെ നമുക്ക് അധികം സമയം കിട്ടില്ല. അതുകൊണ്ട് ഇത് പഠിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പഠിച്ചങ്ങോട്ട് പോവുക. ക്ലാസ്സുകൾ കഴിയുമ്പോൾ ഒരു 10-15 മിനിറ്റ് നിങ്ങൾ ആ എടുത്ത പോർഷൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കാനും ഒക്കെ ഒന്നുകൂടി കുറച്ചും കൂടി അവിടെ ഇരുന്ന് ചെയ്യുക. പിന്നീട് എപ്പോഴെങ്കിലും 10-10 മിനിറ്റ് വീതം 2 ടീച്ചേഴ്സ് എടുത്തതും ഒന്ന് പഠിക്കാനുള്ള സമയം കണ്ടെത്തുക കേട്ടോ. സമയമൊക്കെ എല്ലാവർക്കും കുറവാണെന്ന് അറിയാം. പക്ഷെ എങ്കിലും നമ്മളുടെ കരിയറിൽ എന്തെങ്കിലുമൊക്കെ ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയങ്ങളൊക്കെ കണ്ടെത്തുക കേട്ടാ. അപ്പോഴാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളൊക്കെ നോക്കുന്ന നമ്മൾക്ക് നമ്മളുടെ സ്വന്തം കാര്യം എന്താ പറയാ നോക്കാനും എന്താ പറയാ അതിന് വേണ്ടിയിട്ട് ചില തീരുമാനങ്ങൾ എടുക്കാനും പറ്റിയില്ലെങ്കിലോ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യണില്ലേ മറ്റുള്ളവർക്ക് വേണ്ടി. കുറച്ച് സമയമെങ്കിലും നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഇതില് ഈ എടുത്ത ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചല്ലോ, ആ എടുത്തു വെച്ച കാല് മുന്നിലേക്ക് തന്നെ പോകാനും നമുക്കൊരു ഇത് അങ്ങനെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പൊ ഞാൻ എടുത്ത ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് വെറുതെ 1-2 പ്രാവശ്യം ഒന്ന് വായിച്ചിട്ട് കേട്ടോ. നെക്സ്റ്റ് മൺഡേ വരെ ഉണ്ട് സമയം. ഇടയ്ക്കിടയ്ക്ക് വായിച്ചാൽ മതി. അപ്പൊ നമുക്ക് റിവിഷനിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, സോ സീ യു. ടീച്ചർ വരും കേട്ടോ. ബൈ. താങ്ക് യു. താങ്ക് യു മിസ്. ഓക്കെ, താങ്ക് യു. Thank you, ma'am.
Good afternoon. Good afternoon. Good afternoon. Afternoon. Good afternoon. Afternoon.